കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ പോരെ, എന്തിനാണ് പാസ്റ്റ്, ഇവർക്ക് എന്തിനാണ് ഈ കാര്യങ്ങൾ? ആണുങ്ങളെല്ലാം ചട്ടിപ്പൊട്ടി നിൽക്കുന്ന ഇടத்துல പോയി നീ പോയി നിപ്പാനേ. അപ്പൊ I feel, അങ്ങനെ ആയിരുന്നു. സ്ത്രീകളുടെ ശരീരത്തിൽ മസിൽസ് വരുമ്പോ അത് ആൾക്കാർക്ക് ചൊറി തന്നെയാണ്. സൂയിസൈഡ് വരെ പോയിട്ട് വന്ന ആളാണ്. അതിന്റെ കൂടെ എനിക്ക് ഫിസിക്കൽ ഹെൽത്ത് തന്നെ ഒത്തിരി ഹീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം പൊട്ടിക്കണം, അതിനുള്ള ആരോഗ്യം വേണം. എന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അത് അവിടെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്ന ഫ്രണ്ട് അല്ല വേണ്ട, ജസ്റ്റ് ലിസണർ വേണം. ലിസണർ ഉണ്ടെങ്കിൽ തന്നെ പകുതി മാറും. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത ഉണ്ട്. നേരത്തെ പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്തിരിക്കാൻ ശ്രമിക്കുക. സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങിപ്പോടി, നമുക്ക് തൊലി ഉരിയുന്ന പോലത്തെ പല കാര്യങ്ങളും കേൾക്കേണ്ടി വന്നു. അങ്ങനെ തന്നെയാണ് എന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞത്. എനിക്ക് അതായിരുന്നു, റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിരുന്നു എന്റെ മെയിൻ തിങ്. തെറ്റ് പറ്റി തിരിച്ചു വരാനുള്ള ആ ഒരു തന്റേടിയായി, അല്ലെങ്കിൽ കുറച്ചുകൂടെ മനസ്സ് സ്ട്രോങ് ആക്കേണ്ട, കുറച്ചുകൂടെ സ്പീഡ് ചെയ്യാം. എന്തൊക്കെ കഷ്ടപ്പാടാ മനുഷ്യന് ബോഡി ബിൽഡ് ചെയ്തില്ലെങ്കിൽ കാണാനും രസം. എന്താ വെറുതെ എന്താ പ്രശ്നം? ഹായ് ശ്രേയ. ഹായ്. ചെയ്യുന്നതും തെറ്റ്, എന്തൊക്കെയൊക്കെയോ മുറിവുറുക്കുന്നത്, എന്ത് പറ്റി? ഞാൻ ഒട്ടും ഓക്കെ അല്ല ശരിക്കും പറഞ്ഞ. എനിക്ക് അറിയത്തില്ല, എല്ലായിടത്തുനിന്നും പരിഹാസമാണ്. സംസാരിക്കണോ? കുറച്ച് കാര്യങ്ങൾ എനിക്ക് അറിയാനുണ്ട്, ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞുതരാം. ഓക്കെ, താങ്ക് യു. ഇങ്ങനെ മനസ്സ് ശരിയില്ലാണ്ട് ഇങ്ങനെ വർക്കൗട്ട് ഒക്കെ ചെയ്ത്, യു നീഡ് ടു പുഷ് യുവർ സെൽഫ്. ആഗ്രഹമുണ്ട്, പക്ഷെ എന്ത് ചെയ്യാനാ. ഞാൻ കുറച്ച് കാര്യങ്ങൾ ചോദിക്കട്ടെ? ചോദിച്ചോ. എനിക്ക് കുറച്ചധികം കാര്യങ്ങൾ ചോദിക്കാനുണ്ട്. അത് പക്ഷെ എനിക്കും ചിലപ്പോ എന്നെ പോലെ ഒരുപാട് സ്ത്രീകൾക്കൊക്കെ ഉപകാരപ്പെടുമായിരിക്കും. അപ്പം നമുക്ക് ബോഡി എന്ന് പറയുന്നത് ഒരു കോൺഫിഡന്റ് അല്ലേ? അതെ, നല്ല ബോഡി ഉണ്ടാവുക, നമുക്ക് നല്ല ഡ്രസ് ചെയ്യാൻ പറ്റുക, ഭയങ്കര സെൽഫ് കോൺഫിഡൻസ് ഭയങ്കരമായിട്ട് ബൂസ്റ്റ് ചെയ്യുന്ന ഒരു കാര്യമാണ്. സെൽഫ് കോൺഫിഡൻസ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ബോഡി നന്നായിട്ടൊന്ന് ടോൺ ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത് വളരെ അത്യാവശ്യമാണെന്ന് എനിക്ക് പലപ്പോഴും തോന്നുന്നുണ്ട്. കാര്യം നമ്മൾ പല സ്ഥലങ്ങളിൽ നിന്നും ഈ പറഞ്ഞ പോലെ പലരും കളിയാക്കലും അങ്ങനത്തെ കുറെ കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്ന ഒത്തിരി ആൾക്കാരുണ്ട്. ഫേസ് ചെയ്യാറുണ്ടോ? ഫേസ് ചെയ്യുന്നുണ്ട്, ഉള്ളത് കൊണ്ടാണ് ജിമ്മും വർക്കൗട്ടും ആയിട്ടൊക്കെ ഇറങ്ങുന്നത്. അപ്പൊ അങ്ങനെ ഉള്ള ഒരുപാട് സ്ത്രീകൾ ഇപ്പോഴും ജിമ്മിലേക്ക് വരാൻ മടിച്ചു നിൽക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അപ്പം ശ്രേയയെ കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട്. ഒത്തിരി മോട്ടിവേഷൻ തരാൻ പറ്റുന്ന ഒരു ആളാണ്. കാര്യം വെച്ചാ ഒത്തിരി എന്താ പറയാ സഫർ ചെയ്ത് വന്ന ഒരാളാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതെന്താണ്, എത്രത്തോളം വാസ്തവമുണ്ട്? സഫർ, അത് എൻ്റെ പേഴ്സണൽ ലൈഫുമായിട്ട് ഞാൻ ഒത്തിരി സഫർ ചെയ്ത് അതിനെ ഫൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ജിമ്മിൽ കയറിയിട്ട് വന്നതാണ്. ഇപ്പൊ എന്റെ ബോഡി കൊള്ളത്തില്ല, അല്ലെങ്കിൽ ബോഡി ഷെയ്മിങ് കയറിയിട്ട് ഞാൻ കയറിയിട്ടില്ല, വന്നതല്ല. അപ്പൊ ഈ ബോഡി ഷെയ്മിങ് ഫേസ് ചെയ്യുന്നവർക്ക് വേണ്ടി ഒരു കാര്യം പറഞ്ഞുതരാം. ആൾക്കാർക്ക് വേണ്ടി നമ്മൾ കയറരുത്, നമുക്ക് ഇഷ്ടപ്പെട്ട് കയറുക. നമുക്ക് ആവശ്യമുണ്ട്. എനിക്കൊരു നല്ല ഡ്രസ്സ് ഇടുന്ന സമയത്ത് ഐ ഡോണ്ട് ഫീൽ ഹാപ്പി. ഒരു കണ്ണാടി നോക്കുന്ന സമയത്ത് എനിക്ക് ഹാപ്പി എല്ലാം തോന്നുമ്പോൾ മാത്രം കയറുക. പിന്നെ നമുക്ക് ബോഡി ലിമിറ്റേഷൻസ് ഉണ്ട്, നമുക്ക് ഇഞ്ചുറി ഉണ്ട്, അല്ലെങ്കിൽ എനിക്ക് നേരെ ഇരുന്ന് എണീക്കാൻ പറ്റുന്നില്ല, അങ്ങനെ കുറേ ലിമിറ്റേഷൻസ് വരുന്നവർക്ക്, പിന്നെ അസുഖങ്ങൾ, ഇന്റേണലി അസുഖങ്ങളുള്ളവർക്ക് അങ്ങനെ ഫീൽ ചെയ്ത് കയറുക. നാട്ടുകാരെ വല്ലതും പറഞ്ഞെന്ന് പറഞ്ഞിട്ട് ഒരിക്കലും കയറാൻ നിൽക്കരുത്. അപ്പൊ ശ്രേയ ഒരുപാട്, അതായത് ശ്രേയയുടെ പാസ്റ്റ് കുറച്ച് അധികം വിഷമങ്ങളിലൂടെ വന്ന ഒരാളാണല്ലോ. അപ്പൊ ഏതൊരു പോയിന്റിലാണ് ശ്രേയ ഇപ്പം ഒരു ജിമ്മിൽ ഇങ്ങനെ നമുക്കൊരു എനിക്കിങ്ങനെ ആവണം? ഐ ഫേസ് ഡിപ്രഷൻ. അപ്പൊ എനിക്ക് ഡിപ്രഷൻ എന്ന് പറയുന്നത് ഒരു എന്താണ്, ഒരു സൈക്കാട്രിക്, അതിൽ എനിക്ക് ഹെൽപ്പ് ചെയ്യേണ്ട അത്രയും ഒരു സിറ്റുവേഷൻ, സൂയിസൈഡ് വരെ പോയിട്ട് വന്ന ആളാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം മോർ ദാൻ ലൈക്ക് മെഡിസിൻ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വന്നു. അപ്പൊ അതിനേക്കാളും അതിന്റെ കൂടെ എനിക്ക് ഫിസിക്കൽ ഹെൽത്ത് തന്നെ ഒത്തിരി ഹീൽ ചെയ്തിട്ടുണ്ട്. പിന്നെ രണ്ടെണ്ണം പൊട്ടിക്കണം, അതിനുള്ള ആരോഗ്യം വേണം, നമുക്ക് കിട്ടിയതൊക്കെ തിരിച്ചു കൊടുക്കണം എന്നുള്ള ഒരു ആഗ്രഹം കൂടെ ആ ഒരു വയസ്സിന്റെ തോന്നിയതാണ്. അപ്പം ഹേർട്ട് ചെയ്യണം എന്നുള്ള രീതിയിൽ. പക്ഷെ ആസ് മെച്യൂരിറ്റി വരുന്ന സമയത്ത് അതൊക്കെ മാറി. അപ്പം ഇതിലോട്ടുള്ള പാഷൻ, ഇത് എന്നെ മാറ്റിയ മാറ്റങ്ങളുണ്ടല്ലോ, ദാറ്റ് ഈസ് ടോട്ടലി ഡിഫറെന്റ്. എന്റെ മെന്റലി എന്നെ ഫിക്സ് ചെയ്തു, എന്നെ ഫിസിക്കലി ഫിക്സ് ചെയ്തു, ഒബ്വിയസ്ലി ഫിസിക്കലി ഫിക്സ് ചെയ്തു. മെന്റലി ഒത്തിരി അധികം മാറ്റങ്ങൾ വന്നു. പിന്നെ ഞാൻ എനിക്കൊരു സൂസൈഡിനെ കുറിച്ച് ചിന്തിച്ചിട്ടില്ല. എനിക്ക് അതിനുശേഷവും ഒത്തിരി ഫോൾസ് വരുന്നുണ്ട്, ഒത്തിരി പ്രശ്നങ്ങൾ വരുന്നുണ്ട്. പക്ഷെ എനിക്ക് ഒരിക്കലും എൻ്റെ ജീവൻ കളയണമെന്നോ, അല്ലെങ്കിലും ജീവിതം മടുത്ത് എന്തിനു ജീവിക്കണം, അങ്ങനെ ഒരിക്കലും തോന്നിയിട്ടില്ല. ഒരുപാട് സ്ട്രെസ്സും
ഡിപ്രഷനിലൊക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് ഒരു സ്ട്രെസ് റിലീഫ് ഫസ്റ്റ് മെഡിസിൻ എന്ന് പറയുന്നത് ഇത് തന്നെയായിരിക്കും കേട്ടോ. പിന്നെ നമുക്ക് ചിലവർക്ക് മെഡിക്കൽ ഹെൽപ്പ് വേണം. അതായത് ആൾക്കാർക്ക് ഫ്രണ്ട്സ് ഇല്ലാത്തത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അതായത് എന്തെങ്കിലും എന്ത് കേട്ടാലും നമ്മളെ ജഡ്ജ് ചെയ്യാൻ അതിൽ നിന്ന് ഉത്തരം വേണ്ട. ഇപ്പൊ ഐ എം ഷെയറിങ് മൈ വിഷമം, എന്റെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങളുണ്ട്, അത് അവിടെ നീ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന പറയുന്ന ഫ്രണ്ട് അല്ല വേണ്ട, ജസ്റ്റ് ലിസണർ വേണം. ലിസണർ ഉണ്ടെങ്കിൽ തന്നെ പകുതി മാറും. അപ്പൊ പിന്നെ ചിലവർക്ക് ഈ സൂസൈഡ് ടെൻഡൻസി ഉണ്ടാവും, കിടന്ന് ഉറക്കം വരാതെ വന്നാൽ തന്നെ പകുതി പ്രശ്നങ്ങളാണ്. അപ്പൊ അങ്ങനെ വരുമ്പം സീക്ക് മെഡിക്കൽ ഹെൽപ്സ്, പിന്നെ അവരുടെ കൗൺസിലിംഗ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ട് വരും. പക്ഷെ ഫസ്റ്റ് ഹാപ്പി പിൽ എന്ന് പറയുന്നത് വർക്കൗട്ട് ആണ്. അന്ന് കയറി നോക്കുമ്പോഴേ വികാരം മനസ്സിലാവത്തുള്ളൂ. എല്ലാരെ സംബന്ധിച്ചും ഇപ്പം നന്നായിട്ട് ഡ്രസ് ചെയ്യാൻ പറ്റുക എന്ന് പറയുന്നത് ഒരു വലിയൊരു ഡ്രീം തന്നെയാണ്. അപ്പം ബോഡി നമ്മൾ അതുപോലെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുവരിക എന്ന് പറയുന്നത് ഒരു എനിക്ക് തോന്നുന്നു ചില്ലറ പണിയല്ല, അധികം എഫേർട്ട് എടുക്കണം. പക്ഷെ എല്ലാവർക്കും ആ ഒരു എഫേർട്ട് എടുക്കാനും വയ്യ എന്ന് തൊട്ട് സ്ലിം ആവുകയും ചെയ്യണം. ഫസ്റ്റ് കീ എന്ന് പറയുന്നത് ന്യൂട്രീഷൻ ആണ്, നമ്മൾ കഴിക്കുന്ന ഭക്ഷണം. അത് ആൾക്കാർ കോംപ്രമൈസ് ചെയ്യുന്നില്ല. അതായത് സ്ട്രെസ് വരുന്ന പറയത്തില്ലേ, അപ്പൊ എന്താണ് ഫസ്റ്റ് ചെയ്യുന്നത്? തിന്നുക. അതും കിട്ടുന്ന സാധനം അല്ല, ചിക്കനും മുട്ടയും ഫിഷും ഒക്കെ ആണെങ്കിൽ കുഴപ്പമില്ല. ഇത് കഴിക്കുന്നതൊക്കെ മധുരം. ഇതടിച്ച് ഷുഗർ റഷ് അടിച്ച് പിന്നെ അതിനേക്കാളും ഡിപ്രഷൻ വരും. സൈസ് മാറുന്നതും ഇതും മൂഡ് സ്വിങ്സ് വരുത്തിക്കും ഒത്തിരി. നമ്മുടെ ഫുഡ് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. സോ അപ്പം ഔട്ട്ലുക്കിന് ബേസിക് സാധനം വേണ്ടതെന്ന് വെച്ചാൽ 20% അത് ജിം ആൻഡ് 80% ന്യൂട്രീഷൻ എന്നാണ് പറയുന്നത്. ഫുഡ് മെയിൻ ഘടകമാണ്. നമ്മൾ ഒബ്വിയസ്ലി 110% ഫുഡിലാണ് നമ്മുടെ ബോഡി മാറുന്നത്. ഇപ്പോഴത്തെ കാലഘട്ടത്തില് നമ്മൾ സ്ത്രീകൾ എന്ന് പറയുമ്പോൾ ഒരുപാട് അസുഖങ്ങൾ വരാൻ ചാൻസസ് ഉള്ള ഒരു കാലഘട്ടത്തിൽ കൂടെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത്. സ്ത്രീകൾക്ക് ഉറപ്പായിട്ടും ജിമ്മ് ആവശ്യമുള്ള ഒരു ഘടകം. വ്യായാമം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ബിക്കോസ് അത് ഇപ്പൊ ജിമ്മിൽ തന്നെ വരണം ഞാൻ പറയത്തില്ല, വീട്ടിൽ ഹോം വർക്ക്ഔട്ട്സ് ചെയ്യാം. വെയിറ്റ്സ് എല്ലാവരും പറയും വീട്ടു പണി എടുക്കുന്നുണ്ടല്ലോ, തൂക്കുന്നുണ്ട്, തുടയ്ക്കുന്നുണ്ട്, ബാത്റൂം കഴുകുന്നുണ്ട്, അലക്കുന്നുണ്ട് എന്നൊക്കെ പറയും. ആരും ചെയ്യുന്നില്ല. ഇല്ലേ, ഇപ്പൊ വാഷിംഗ് മെഷീനും അല്ലെങ്കിൽ അപ്ഗ്രേഡിംഗ് ഓഫ് കുറെ സാധനങ്ങളൊക്കെ ഉണ്ടെങ്കിൽ പോലും എന്നാലും ബേസിക്സിലുള്ള ആൾക്കാരുണ്ട്. എന്നാലും ബേസിക് ആയിട്ടുള്ള ദേഹം അനങ്ങിയുള്ള പണി എടുക്കുന്നവരുണ്ട്. ഒന്നുമില്ലെങ്കിൽ തൂത്ത് തുടയ്ക്കാൻ എപ്പോഴും സെർവന്റ് വെക്കുന്ന ആൾക്കാരൊന്നും അല്ല എല്ലാവരും. അപ്പൊ അങ്ങനെ വരുമ്പോ വീട്ടുപണി എടുക്കുന്നുണ്ട്. വീട്ടുപണി ചെയ്യുന്നത് ഈസ് ഡിഫറെന്റ്. പക്ഷെ ഇപ്പൊ നമ്മള് ഇടയ്ക്ക് ഒരു വീഡിയോ ഭയങ്കര വൈറലായിട്ടുണ്ടായിരുന്നു. വീട്ടു ജോലിക്ക് പോകുന്ന ഒരു ആന്റി, ഒരു അമ്മുമ്മ, അവര് വന്നിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് എന്തിനാണ്? മസിൽ സ്ട്രെങ്ത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അതായത് നമ്മൾ തന്നെ കുറെ പണി എടുത്തോണ്ടിരിക്കാന്ന് വിചാരിച്ചു, കൈയൊക്കെ കിടക്കുന്ന പോലെയൊക്കെ ഫീൽ ചെയ്യും. എനിക്കൊക്കെ ഞാൻ നിന്ന് പണിയെടുക്കും കേട്ടോ. എനിക്ക് ബോഡി പെയിൻ എന്നുള്ളൊരു സാധനം വരാറില്ല. എനിക്ക് ബൈ ബർത്ത് ടെയിൽ ബോൺ കംപ്ലീറ്റ് അല്ല. അപ്പോൾ എനിക്കൊക്കെ വെയിറ്റ് എടുക്കാൻ പറ്റത്തില്ല എന്നുള്ളത്. പക്ഷെ ഞാനിപ്പോൾ വെയിറ്റ് ലിഫ്റ്റിംഗ് വന്നതിന് ശേഷം എനിക്ക് ഇതുവരെ പിന്നെ ആ ഒരു പെയിൻ അല്ലെങ്കിൽ ആ ഒരു കണ്ടീഷനിലൂടെ ഞാൻ പോയിട്ടില്ല. ഞാൻ 1 മന്ത് വരെ നടക്കാൻ പറ്റാതെ കോളേജിൽ പഠിക്കുന്ന സമയത്ത് നടക്കാൻ പറ്റാണ്ട് ലാസ്റ്റ് സ്റ്റിറോയിഡിക്കൽ ഇഞ്ചക്ഷൻ, ബാക്ക് പെയിൻ താങ്ങാൻ വയ്യാണ്ട് ഇഞ്ചക്ഷനൊക്കെ എടുത്ത് കിടന്നിട്ടുണ്ട്. പക്ഷെ ഇപ്പം എനിക്ക് അങ്ങനത്തെ ഒരു കണ്ടീഷൻ വരുന്നില്ല. ബാക്ക് പെയിൻ ഇപ്പൊ പീരീഡ്സിന്റെ സമയത്ത് ഒരു വയ്യായ്മ എന്നല്ലാണ്ട് വേറെ ഒരു സമയത്തും എനിക്ക് ഇങ്ങനെ പ്രശ്നം വരാറില്ല. ഐ ഫീൽ സോ ഹെൽത്തി. ഉറക്കം എണീക്കുമ്പോൾ ഭയങ്കര ഫ്രഷ് ആയിട്ട് ഫീൽ ചെയ്യുന്ന അത് വർക്ക്ഔട്ട്സ്. അതുപോലെ നമുക്ക് മൂഡ് മാറ്റും. ഈ ചൊറി മൈൻഡ് ഉണ്ടല്ലോ, അതെ, വീട്ടില് പ്രശ്നങ്ങൾ പകുതി കുറയും. ശരിക്കും നമുക്ക് 50s ഒക്കെ കഴിഞ്ഞ സ്ത്രീകളുണ്ടല്ലോ, അവരൊക്കെ ശരിക്കും ഈ ഒരു വർക്ക്ഔട്ട്സ് ഒക്കെ ചെയ്യണം എന്ന് തന്നെയല്ലേ ബിക്കോസ് നമ്മള് ബേസിക് എന്ന് പറയുമ്പം സ്ത്രീകൾ മാത്രമല്ല പുരുഷന്മാരാണെങ്കിലും ശരി, നമ്മൾ എത്രത്തോളം ഭക്ഷണം കഴിക്കുന്നത് നിർത്തുന്നുണ്ടോ? ഇല്ല. ഭക്ഷണം കഴിക്കുന്നപ്പോഴും നമ്മൾ വർക്ക്ഔട്ട് ചെയ്യണം. അതായത് നമ്മൾ ഇൻടേക്ക് പോലെ നമ്മൾ അതിനെ കത്തിച്ച് കളയുക എന്നുള്ളതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. അത് ആൾക്കാർ എടുക്കുന്നില്ല. ഈ നമ്മുടെ ഇന്ത്യൻസ് ആ ഒരു സ്റ്റൈല് കൊണ്ടുവരാൻ, ബിക്കോസ് അവരുടെ ലാസ്റ്റ് പ്രിഫറൻസ് ആണ് വർക്ക്ഔട്ട്. എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ, അപ്പൊ വർക്ക്ഔട്ട് ചെയ്യുന്നവരാണെങ്കിൽ പോലും എന്തെങ്കിലുമൊക്കെ വന്നു കഴിഞ്ഞാൽ ഫസ്റ്റ് സ്റ്റോപ്പ് ചെയ്യുന്ന ജിമ്മാണ്. അത് ഒരിക്കലും ചെയ്യരുത്. അത് നമ്മൾ കുളിക്കുന്നത് പല്ല് തേക്കുന്നതൊക്കെ നിർത്തുന്നുണ്ടോ? ഇല്ല. അതുപോലെ തന്നെ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ് വ്യായാമം എന്നുള്ളത്. അത് നാളേക്കുള്ള അസുഖങ്ങളെ നമ്മൾ ഒത്തിരി കൺട്രോൾ ചെയ്യാൻ പറ്റും. നമുക്ക് ഈ മൊബിലിറ്റി ഇഷ്യൂസ് തൊട്ട് ഈവൻ ഷുഗർ, നേരത്തെ പറഞ്ഞ ഡിപ്രഷൻ, കൊളസ്ട്രോൾ, പ്രഷർ, എല്ലാത്തിനും നമുക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്നതാണ്. നമ്മുടെ സ്ലീപ്പ് പാറ്റേൺ കറക്റ്റ് ചെയ്യാൻ. ആൾക്കാർക്ക് ഇപ്പം പൈസയുടെ പിറകിലാണല്ലോ. പണ്ടത്തെ കാലത്തൊന്നും ഇത്രയും നമുക്ക് സ്ട്രെസ്സും സ്ട്രെയിനും ഒന്നുമില്ല. ഇപ്പൊ നമുക്ക് ഇത്ര ലോണും ഇത്രയും സ്ട്രെയിനും എല്ലാം ഉണ്ട്. അപ്പൊ അങ്ങനെ വരുമ്പം മൈൻഡ് ഫ്രീ ആയിട്ട് ഇരിക്കണം എന്നുണ്ടെങ്കിൽ ആ അറ്റ്ലീസ്റ്റ് ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു 40 മിനിറ്റ്സ് എങ്കിലും നമുക്ക് വേണ്ടി ടൈം സ്പെൻഡ് ചെയ്യുക. അത് ദാറ്റ് വിൽ ചേഞ്ച് യുവർ ലൈഫ് മാൻ. ഞാൻ ശ്രേയനെ കാണുമ്പോഴെല്ലാം ഭയങ്കര കൂളാണ്, ഭയങ്കര എന്താ പറയാ, ഭയങ്കര പോസിറ്റീവാണ്, കാണാൻ നല്ല ലുക്കാണ്. സീരിയസ് ആയിട്ട് ഞാൻ ഫസ്റ്റ് ടൈം കാണുമ്പോൾ നോട്ട് ചെയ്ത കാര്യങ്ങളാണ്. നമുക്ക് എന്തൊക്കെയോ ശ്രേയമെന്ന് പഠിക്കാനുണ്ട് എന്ന് തോന്നാറുണ്ട്. ഇപ്പൊ ശ്രേയൊക്കെ ഒട്ടും ആരും സപ്പോർട്ട് ചെയ്യാതിരുന്ന സമയത്ത് നിന്ന് ഇപ്പൊ ശ്രേയ ഒരു സെലിബ്രിറ്റി സ്റ്റേറ്റസിൽ നിൽക്കുകയാണ്. അപ്പം
ആ ഒരു ഡിഫറൻസ് ഇല്ലേ, അതൊരു ഭയങ്കര ഒരു പ്രൗഡ് അല്ലേ ഭയങ്കര ഐ ഫീൽ സോ ഹാപ്പി ഫോർ മൈസെൽഫ്. അതായത് ഞാൻ വീണ് പോയിട്ടുണ്ട്, എനിക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല എന്നൊരു സിറ്റുവേഷൻ പോലും വന്നിട്ടുണ്ട്. പക്ഷെ അപ്പം കുറച്ച് സുഹൃത്തുക്കളുണ്ട് കേട്ടോ, എൻ്റെ കൂടെ നിന്ന ഒരു സുഹൃത്തുക്കളുണ്ട്. ഞാൻ കൊച്ചിയിലാണ്, ലിറ്ററലി ഐ സ്പോയിൽ മൈ ലൈഫ്. അപ്പൊ അതിൽ നിന്ന് ഞാൻ അടുത്തത് എന്ത് എന്നുള്ള കാര്യം, അതായത് ആ സമയത്ത് ഞാൻ ഒരു സ്കൂട്ടർ എടുത്തായിരുന്നു. സ്കൂട്ടറിന്റെ EMI പോലും എനിക്ക് അടയ്ക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ ഉണ്ടായിട്ടുണ്ട്. ഭക്ഷണം കഴിക്കാൻ പൈസ ഇല്ലാത്ത പട്ടിണി കിടന്നിട്ടുണ്ടോ? ഉണ്ട്. ഓക്കെ. പച്ചവെള്ളം, അതായത് ഫ്ലാറ്റ് റെന്റിന് എടുത്തിട്ടുണ്ടായിരുന്നു. ഫ്ലാറ്റിൽ നിന്ന് ബാത്റൂമിൽ നിന്ന് വെള്ളം കുടിക്കുന്നത്. പക്ഷെ അപ്പൊ ഇതൊന്നും ഇല്ല, പൈപ്പ് ഒന്നും അങ്ങനത്തെ ഒന്നും ഇല്ല. വെള്ളം ആ കൂടെ ഫ്രീ, അവിടെ വാട്ടർ സർവീസ് ഫ്രീ ആണല്ലോ. അപ്പൊ അതുപോലെ ഞാൻ നിന്നിട്ടുണ്ട്. പക്ഷെ ഐ ഫീൽ ഈവൻ ഫാൻ ഒക്കെ ഇടാണ്ട് വീട്ടിലിരിക്കും, കറണ്ട് ബില്ലാവുമല്ലോ. അങ്ങനെ. പക്ഷെ ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് ഐ ആം ഏർണിംഗ്. എനിക്ക് കുറച്ച് പേർക്ക് ജോലി കൊടുക്കാൻ പറ്റുന്നുണ്ട്. ദൈവം സഹായിച്ച് എനിക്ക് റെന്റ് അടച്ച് പോകാൻ പറ്റുന്നുണ്ട്. അതും ട്രിവാൻഡ്രത്ത് ഒരു ടോപ്പ് ഏരിയയിലാണ് ഞാൻ ജിം ഇട്ടത്. റിസ്ക് പേടിച്ചിട്ട് തന്നെയാണ്. അടുത്ത മാസത്തിന്റെ റെന്റ് കൊടുക്കാനൊന്നും കയ്യിൽ പൈസ ഇല്ലായിരുന്നു കേട്ടോ ജിമ്മ് തുടങ്ങുന്ന സമയത്ത്. എന്തോ ഒരു ധൈര്യത്തിൽ സ്റ്റാർട്ട് ചെയ്ത് ടച്ചോട് ലൈഫിലെ ഞാൻ പലപ്പോഴും ശ്രേയയുടെ ഒരു കാര്യം കേട്ടിട്ടുള്ള എന്താന്ന് വെച്ചാൽ, ശ്രേയക്ക് ലൈഫില് അപ്പ അമ്മ ഭയങ്കര വീക്ക്നെസ് ആണ്. ഭയങ്കര എന്താ പറയാ, അവര് ഭയങ്കര സപ്പോർട്ടീവ് ആയിരുന്നു. എസ്പെഷ്യലി ശ്രേയ അപ്പയായിട്ട് ഭയങ്കര കണക്റ്റഡ് ആയിരുന്നു എന്ന് എനിക്കറിയാം. അപ്പം ഈ ഒരു ശ്രേയന്റെ ഒരു ബാഡ് സിറ്റുവേഷൻ ഉണ്ടായിരുന്ന സമയത്തും ഇപ്പോഴും എങ്ങനെയാണ് അവര് ശ്രേയനെ ചേർത്ത് പിടിച്ചിട്ടുള്ളത്? ഫസ്റ്റ് ഒക്കെ ആകുമ്പോൾ ഫിറ്റ്നസ് എന്ന് പറയുമ്പോൾ ഇവരിനെ ഓടിക്കുമായിരുന്നു. കാര്യം വെച്ചാല് ഇവർക്ക് ഇതിനെ കുറിച്ച് അറിയത്തില്ലല്ലോ. ഞാൻ കോമ്പറ്റീഷനിലോട്ട് മാറിയല്ലോ. അപ്പൊ അത് വേറെ ഒരു ഫീലാണ് ആ കോമ്പറ്റീഷൻ എന്നൊക്കെ പറയുന്നത്. അപ്പം പക്ഷെ ആസ് ഐ എം ഫ്രം ഓർത്തഡോക്സ് ബ്രാഹ്മൺ ആയത് കാരണം നമുക്ക് നമ്മുടെ ആയിട്ടുള്ള കമ്മ്യൂണിറ്റി റെസ്ട്രിക്ഷൻസ് പേടിക്കുന്നതാണ്. ഞാൻ അഗ്രഹാരത്തിന്റെ ഉള്ളിലാണ് താമസിച്ചുകൊണ്ടിരുന്നത്. പഴയ ആൾക്കാരാണ് കുറെ, അതും പ്രശ്നങ്ങൾക്ക് ശേഷം വന്നതാണ്. അപ്പൊ ഞാൻ പിന്നെ ഒരു റബൽ ഐറ്റം ചെയ്യുന്നു പറയുമ്പം അത് ആൾക്കാർക്ക് എങ്ങനെ എടുക്കും എന്നുള്ളൊരു, ഇവർ ഭയങ്കര പാവങ്ങളാണ്, എന്നെ പോലെ ഒന്നുമല്ല. എക്സ്പോഷർ അങ്ങനെയല്ല, എക്സ്പോഷർ കുറവാണ്. അപ്പം അവർക്ക് ഇൻസ്റ്റാഗ്രാം എന്താ, ഫേസ്ബുക്ക് എന്താ ഒന്നും അറിയത്തില്ല, ഓപ്പൺ ചെയ്യാൻ പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെയുള്ള സമയത്ത് നാട്ടുകാർ പറയുന്ന കമന്റ്സും കാര്യങ്ങളുമാണ്. അപ്പം ആദ്യം അച്ഛൻ വീട്ടിലുള്ളപ്പോഴാണ് ഞാൻ കോമ്പറ്റീഷൻ പോകുന്നത്. പ്രിയദർശിനി ഹാള്, അതായത് ട്രിവാൻഡ്രത്ത് നമ്മുടെ ഈ അഗ്രഹാരത്തിന് പടിഞ്ഞാറ് നട അടുത്താണ് ഇതുള്ളത്. അപ്പൊ അച്ഛൻ ഇത് TV കണ്ടോണ്ടിരിക്കുമ്പം ഞാൻ ബാഗ് എടുത്തു. പാവം എൻ്റെ അടുത്ത് എനിക്ക് പറയാൻ പറ്റിയില്ല ഞാൻ കോമ്പറ്റീഷന് പോവാണെന്ന്. കള്ളം പറഞ്ഞിട്ട് ഇപ്പൊ വരാന്ന് പറഞ്ഞിട്ടാണ് പോയത്. വന്നപ്പോൾ ട്രോഫി ഉണ്ടായിരുന്നു. ട്രോഫി ബാഗിനകത്തൊക്കെ വെച്ച് കുറച്ച് സമയം എടുത്തിട്ട് കൺവിൻസ് ആൻഡ് ടെൽ ദം ദാറ്റ് ഐ എം ഇൻടു കോമ്പറ്റീഷൻസ്. മനസ്സിലായി. കാര്യം അവർ അമ്പോറ്റിയായിട്ട് വളർത്തിയ അതെ, അതിനേക്കാളും വെച്ചാല് ഈ വർക്കൗട്ട് ഒക്കെ സ്റ്റാർട്ട് ചെയ്തപ്പോൾ ഞാൻ നോൺ വെജ് കഴിക്കാത്ത ഒരു വ്യക്തിയാണ്. അതും ചോദിക്കണം എനിക്ക്, ആ ഒരു വെജിറ്റേറിയനിൽ നിന്ന് നോൺ വെജിലേക്ക് വന്ന ഒരു കടുത്തു കേട്ടോ. ബിക്കോസ് അത് ഒട്ടും പറ്റത്തില്ല, ചെറുതിലെ തുടങ്ങിയ ശീലമല്ല. ഈ വെജിൽ നിന്ന് നോൺ വെജിലോട്ട് മാറുന്നെന്ന് പറയുന്നത് അതായിരുന്നു ഇതിന്റെ ഏറ്റവും വലിയ. എല്ലാരും പറയും, അമ്മയൊക്കെ പറയുന്നുണ്ട്, പയറ് കഴിച്ചാൽ പോരെ, കടല കഴിച്ചാൽ പോരെ, പനീർ കഴിച്ചാൽ. ഇതിലൊന്നും കിട്ടൂല. നമുക്ക് ഈ വെജ് പ്രോട്ടീൻ എന്നുള്ള സാധനം എന്റെ ലെവൽ ഓഫ് ഇതില് ബോഡിയൊക്കെ നല്ല ടോൺഡ് ആവാൻ വി ക്യാൻ ബി എ വെജിറ്റേറിയൻ. പക്ഷെ അതിലും ലിമിറ്റേഷൻ ഉണ്ട്. ഇനഫ് ഓഫ് പ്രോട്ടീൻ കിട്ടുന്നില്ല എന്ന് പറഞ്ഞിട്ട് വി ഡിപ്പെൻഡ് നോൺ വെജ്. അതും ഞാൻ തുടങ്ങിയത് തന്നെ ചിക്കനൊക്കെ അപ്പൊ തുടങ്ങുമ്പോൾ ഈ ചിക്കൻ കറിയൊന്നും അല്ല, മഞ്ഞപ്പൊടി ഉപ്പിട്ട് വേവിക്കണം. അത് എനിക്ക് ചിക്കൻ വാങ്ങിക്കാൻ അറിഞ്ഞോട് കഴുകാൻ അറിയത്തില്ല. അപ്പൊ എൻ്റെ ഒരു ഫ്രണ്ട് അപ്പം ഉണ്ടായിരുന്നു, RV എന്ന് പറഞ്ഞിട്ട്. അപ്പൊ അവന് സുഗുണ കടയുണ്ട്. അപ്പൊ ഫ്രോസിന്റെ അവൻ കട്ട് ചെയ്ത് ക്ലീൻ ചെയ്ത് അത് ടോസ്റ്റ് ചെയ്തേക്കാം, മഞ്ഞപ്പൊടിയൊക്കെ ഇട്ട് വേറെ എന്തൊക്കെയോ ടോസ്റ്റ്. അപ്പൊ എനിക്ക് ഡയറ്റും കൂടെ ഉണ്ടല്ലോ, പാവം അവൻ ഇത് കുത്തിരുന്ന് പഠിച്ചതൊക്കെ ചെയ്ത് വായിലിട്ട സ്പീഡേ ഉള്ളു. അതുപോലെ അവന്റെ വീട്ടിൽ തന്നെ വാള് വെച്ച്. ഇറ്റ് വാസ് സോ ഹാർഡ്. പിന്നെ ആയപ്പം ഞാൻ റൈസ് കുക്കർ വാങ്ങിച്ച്, വീട്ടിൽ അറിയത്തില്ലല്ലോ നോൺ വെജ് കഴിക്കും എന്നുള്ളത്. അപ്പം ബാത്റൂമിന്റെ അകത്ത് മറ്റേ ഹീറ്റർ വെക്കുന്ന ഇതുണ്ടല്ലോ, അതിനകത്ത് വെച്ച് ഇങ്ങനെ നിൽക്കും. മണം പുറത്ത് പോകാൻ പാടില്ല, വീട്ടിൽ നിന്ന് കാണാൻ. എൻ്റെ വീട് ചെറിയ വീടാണ്, 1 സെന്റിലാണ്. അപ്പൊ അങ്ങനെ ആകുമ്പം വീട്ടിൽ എക്സ്പോസ്ഡ് ആയിട്ട് സാധനം ചെയ്യാനും പറ്റത്തില്ല. കുറച്ച് സ്ട്രഗിൾ ചെയ്ത് 40 മുട്ട ഇന്ന ഡേ എന്നൊക്കെ പറയുന്നത്, അതും കുത്തിരുന്ന് കഴിക്കണം, അല്ലെങ്കിൽ പുറത്തു പോയിരുന്ന് കഴിക്കണം, വീട്ടിലറിയാതെ കഴിക്കണം. പിന്നെ ആയപ്പം വീട്ടുകാര് ഇവിടെ നിന്ന് കുക്ക് ചെയ്യാൻ പറ്റത്തില്ല, കൊണ്ടുവന്ന് വേണമെങ്കിൽ കഴിച്ചോ, അതിനും സെപ്പറേറ്റ് സാധനങ്ങളൊക്കെ ആയിരുന്നു. പിന്നെ അതിനൊരു റിവല്യൂഷൻ ഉണ്ട്. പിന്നെ മുട്ട മാത്രം വേവിക്കാൻ സമ്മതിക്കുമായിരുന്നു. അപ്പൊ എനിക്കൊരു പാത്രം ഉണ്ട്, ആ പാത്രം ഇവിടെ വെക്കാവുള്ളൂ. ചില ഭയങ്കര ഡാർക്കാണ്, ബാത്റൂമിന്റെ നടയിലൊക്കെ വെച്ച് കളയാൻ പറയും. പത്മനാഭസ്വാമി ക്ഷേത്രത്തിലായിരുന്നു. അപ്പൊ പിന്നെ എന്തായാലും അത്രയൊക്കെ ചെയ്യാനുള്ള ഒരു ഇത് ഭയങ്കര പാടായിരുന്നു. പക്ഷെ എന്റെ ഗ്രോത്ത് അവർക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. പിന്നെ അവർ അക്സെപ്റ്റ് ചെയ്യാൻ തുടങ്ങി. ഈ നമ്മുടെ ഈ ബോഡി ബിൽഡിംഗ് എന്ന് പറയുമ്പോഴേ നമ്മൾ എപ്പോഴും പുരുഷന്മാരെയാണല്ലോ മെയിൻ ആയിട്ട് ഫോക്കസ് ചെയ്യുന്നത്. പുരുഷന്മാരാണ് ബോഡി ബിൽഡേഴ്സ് എന്നാണല്ലോ ഒരു കോൺസെപ്റ്റ്. അതൊക്കെ തകിടം മറിച്ചുകൊണ്ടാണ് നമ്മൾ ബ്രേക്ക് ചെയ്ത്. അതായത് ഞാനൊക്കെ കോമ്പറ്റീഷൻ ചെയ്യുമ്പം
മിസ്റ്റർ കേരള എന്നാണ്. അതില് മിസ് എന്നുള്ളൊരു സാധനം ഇല്ല. സാധനം ഇല്ല. പക്ഷെ ഇപ്പം ഐ ഫീൽ സോ ഹാപ്പി ദാറ്റ് അപ്പൊ നമ്മൾ ആ ഒരു ബ്രേക്കിന് നമ്മൾ ഹെൽപ്പ് ചെയ്തെന്ന് പറഞ്ഞപ്പോ ഐ ഫീൽ സോ ഹാപ്പി. ഞാനൊക്കെ അപ്പൊ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് 3 പെമ്പിള്ളേരൊക്കെ ചിലപ്പോൾ 2 പെമ്പിള്ളേർ അങ്ങനെയൊക്കെ ആയിരുന്നു. പക്ഷെ മേളിലായപ്പം ഞാൻ 3 വർഷം ഞാൻ കണ്ടിന്യൂസ്ലി ചെയ്തായിരുന്നു. 3 times മിസ് ട്രിവാൻഡ്രം ആയിരുന്നു. ഫസ്റ്റ് ടൈം ഞാൻ മിസ് സൗത്ത് ഇന്ത്യ ആയിരുന്നു. അപ്പൊ ഇടയ്ക്ക് ഒരു അസോസിയേഷൻ മാറി ഇറങ്ങി, എനിക്ക് അറിയത്തില്ലായിരുന്നു. അപ്പൊ അത് കാരണം എനിക്കൊരു ബ്രേക്ക് ഇടേണ്ടി വന്നു. അപ്പൊ ഐ തോട്ട് ലെറ്റ്സ് ടേക്ക് എ ലോങ് ബ്രേക്ക്, നമുക്ക് പിന്നെ ഒരു കോമ്പറ്റീഷൻ ചെയ്യാം. പിന്നെ ഞാനിപ്പം അതേ ഞാൻ ഇറങ്ങിയ അവിടെ തന്നെ അസോസിയേഷനിൽ തന്നെ ഞാനിപ്പോ ജഡ്ജായിട്ട് ചെയ്യുന്നുണ്ട്. വെരി ഹാപ്പി മൊമെന്റ്. ഐ ആം ഹെൽപ്പിംഗ്. എനിക്ക് കുറെ അത്ലറ്റ്സിനെ ഹെൽപ്പ് ചെയ്യാൻ ഇപ്പൊ കുറെ നല്ല നല്ല അത്ലറ്റ്സിനെ കാണാൻ പറ്റുന്നുണ്ട്. ഓൺ സ്റ്റേജ് ഒക്കെ എനിക്കൊന്നും ഒരുപാട് പെൺകുട്ടികൾ ഈ ഒരു ഓൺ സ്റ്റേജിൽ 10 പേര് 15 പേരൊക്കെ നിൽക്കുന്ന പറയുമ്പോൾ എനിക്ക് രോമാഞ്ചിഫിക്കേഷൻ ആയിരുന്നു. ഞാൻ സ്റ്റേജിൽ നിൽക്കുന്ന സമയത്ത് ഇറങ്ങി പോടി, നമുക്ക് തൊലി ഉരിയുന്ന പോലത്തെ പല കാര്യങ്ങളും കേൾക്കേണ്ടി വന്നു. ഞാൻ ആദ്യമായിട്ടാണ് ഷോർട്സ് ഇട്ടിട്ട്, ഞാനൊക്കെ ഷോർട്സ് ഇടത്തില്ല, ഷോർട്സ് ഇട്ട് സ്റ്റേജിൽ നിൽക്കുന്നത്. അപ്പൊ അതിന്റെ നാണം വൺ സൈഡ്. അതുപോലെ പോസ് ചെയ്യണം. അത് നമുക്ക് അപ്പോഴത്തെ പോസിംഗ് ചില ഡിഫറെന്റ് ആയിരുന്നു. ബോഡി ബിൽഡിംഗ് പോസിംഗ് തന്നെ ആയിരുന്നു. അല്ല, പേടിയുടെ അങ്ങേയറ്റായിരുന്നു. അപ്പൊ ഐ ഡോണ്ട് നോ ഹൗ പീപ്പിൾ എങ്ങനെ എടുക്കും എന്നുള്ള കാര്യം. ബിക്കോസ് ഒരു പെണ്ണ് സ്റ്റേജിൽ വന്നിട്ട് ഈ കോമ്പറ്റീഷൻ പിന്നെ അമ്മയടുത്ത് കാണിച്ചു കൊടുത്തു, ഞാൻ ഇങ്ങനെയൊക്കെയാണ് കോമ്പറ്റീഷൻ ചെയ്തത്, എനിക്ക് ട്രോഫി ഒക്കെ കിട്ടി എന്നൊക്കെ പറഞ്ഞിട്ടാണ് ഞാൻ കൺവിൻസ് ചെയ്യുന്നത്. അപ്പൊ അമ്മ ഇത്രയും പേര് ഇങ്ങനെ എന്ന് പറഞ്ഞു കേട്ടോ, ആണുങ്ങളെല്ലാം ചട്ടിപ്പോട്ട് നിൽക്കുന്ന ഇടത്തിൽ പോയി നീ പോയി നിപ്പാനേ. അങ്ങനെ ആയിരുന്നു. പക്ഷെ കാര്യം അവരുടെ സൈഡ് നോക്കുമ്പോഴേ അത് ശരിയാണ്, ആൾക്കാർ എങ്ങനെ എടുക്കും എന്നുള്ളൊരു കാര്യം ശരിയാണ്. പക്ഷെ ഇപ്പം ഇറ്റ് ഇസ് ലൈക്ക് ചേഞ്ചിങ്. വിമർശനങ്ങൾ ഒരുപാട് കേൾക്കേണ്ടി വന്നിട്ടുണ്ടാവും. ഉണ്ട് ഇല്ലേ? യെസ്. നമുക്ക് കോമ്പറ്റീഷൻ പ്രിപ്പറേഷൻ എന്ന് പറയുന്നത് കോമ്പറ്റീഷൻ ഞാൻ നെക്സ്റ്റ് ലെവൽ എനിക്ക് ആക്ച്വലി ഇന്ത്യ ചെയ്യണം. അങ്ങനെ വരുമ്പം കുറച്ച് കാര്യങ്ങൾ നമ്മൾ വ്യത്യാസങ്ങൾ ബോഡിയിൽ വരും. ഇപ്പൊ ശബ്ദത്തിൽ എനിക്ക് ഒത്തിരി വ്യത്യാസം വന്നിട്ടുണ്ട്, ബോഡി ലാംഗ്വേജിൽ വ്യത്യാസം വന്നിട്ടുണ്ടായിരുന്നു, എൻഹാൻസ്മെന്റ് ഡ്രഗ്സ് ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ ഇല്ലെന്നൊന്നും പറയുന്നില്ല, എവ്രി വൺ ഈസ് ഗോയിങ് ത്രൂ ദാറ്റ്. അപ്പൊ അങ്ങനെയൊക്കെ ചെയ്യുന്നവർ ഇപ്പോഴും ചെയ്യുന്നവരുണ്ട്. അപ്പം ആ സമയത്ത് ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുള്ള കാര്യം. പക്ഷെ എന്റെ ചിന്താഗതികൾ വേറെയാണ്, ഞാൻ അതിലോട്ട് പോകാൻ വേണ്ടി 100%. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ആൾക്കാരുടെ വിമർശനങ്ങൾ വളരെ ബാഡായിരുന്നു. സ്ത്രീകളുടെ ശരീരത്തിൽ മസിൽസ് വരുമ്പോ അത് ആൾക്കാർക്ക് ചൊറി തന്നെയാണ്. അത് ചില പേര് ഭയങ്കര ഫോർവേഡായിട്ട് ചിന്തിക്കുന്ന ആൾക്കാര് ഓക്കെ ഫൈൻ, നാട് ഓടും. എന്നാലും ശാലീന സുന്ദരി എന്ത് ഭംഗിയായിട്ടുണ്ട്, ഇപ്പൊ മസിലൊക്കെ വന്ന് വൃത്തിയിടും. ഇപ്പൊ ഞാൻ സാരി ഉടുക്കുന്നുണ്ടാവും, സാരി ഉടുക്കുമ്പോൾ ആൾക്കാർക്ക് അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷെ ഇത് ഞാൻ ഫുൾ സ്ലീവ് ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ അറിയത്തില്ല, ഒട്ടുമേ അറിയത്തില്ല. പക്ഷെ ആൾക്കാർക്ക് എന്നാലും അക്സെപ്റ്റ് ചെയ്യാനുള്ളൊരു ബുദ്ധിമുട്ട്. പിന്നെ ഞാൻ ചെയ്യുന്നതെല്ലാം എനിക്ക് വേണ്ടിയിട്ടല്ലേ. ഒരു ട്രെയിനർ അല്ലെങ്കിൽ ഒരു ബോഡി ബിൽഡർ എന്നുള്ള നിലയ്ക്ക് സ്വന്തം ശരീരവും ഭയങ്കര മോട്ടിവേഷൻ കൊണ്ടുവരും. സി ഇപ്പൊ ഞാനൊരു തടിച്ചു പോത്തായിട്ട് ഇരുന്നിട്ട് അങ്ങനെയല്ല, ദിസ് ഇസ് നോട്ട് ബോഡി ഷേമിങ്. ഞാൻ കോമൺ ആയിട്ട് പറയാം, ഞാൻ അതുപോലെ തന്നെ തൈസാദവും ഇതും ഒക്കെ കഴിച്ച് ഞാൻ എന്തായാലും ഉണ്ടമണിയായിട്ട് ഇരുന്നിട്ട് ഞാനിപ്പോ വർക്കൗട്ട് അറിയാം, അല്ലെങ്കിൽ ഞാൻ നേരത്തെ ഇത് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്യുമോ എന്നെ? ഒരിക്കലുമില്ല. അയ്യോ അവരെടുത്താ പോകുന്ന, അവരെടുത്ത് എങ്ങനെ പോകും എന്നൊരു ഞാൻ ഇത്രയും ബോഡി ഇത്രയും വെച്ചിട്ട് എനിക്ക് ജിം ഇട്ട് കഴിഞ്ഞാൽ ആൾക്കാർ എന്നെ അക്സെപ്റ്റ് ചെയ്തില്ല. അപ്പം പീപ്പിൾ ആർ, അതും ആണുങ്ങളും എൻ്റെ അടുത്ത് ഓരോ കാര്യങ്ങൾ ചോദിക്കുമ്പോൾ ഐ ഫീൽ സോ ഹാപ്പി ആൻഡ് പ്രൗഡ് ആൻഡ് ഐ കീപ് ഓൺ അപ്ഡേറ്റിംഗ്. ഞാൻ സർട്ടിഫൈഡ് ആണ്. ഇപ്പൊ എനിക്ക് ജിമ്മിൽ വേണമെങ്കിൽ സർട്ടിഫൈഡ് ട്രെയിനേഴ്സ് ഉണ്ട് എനിക്ക് ഓൾറെഡി. അപ്പൊ എനിക്ക് ചെയ്യേണ്ടതല്ല, ഞാൻ കീപ് ഓൺ ലേണിംഗ് ന്യൂ തിങ്സ്. നമ്മുടെ അടുത്ത് വയസ്സായ ആൾക്കാരും വരുന്നുണ്ട്. ഈ വർക്ക്ഔട്ടിൽ ഏജ് ലിമിറ്റ് എന്നുള്ള സാധനം ഇല്ലല്ലോ. ഇപ്പൊ നമുക്ക് എപ്പോഴാണ് കുട്ടികളിൽ എന്ന് വെച്ചാൽ, കുട്ടികൾക്ക് പറഞ്ഞാൽ മനസ്സിലാവുന്ന പ്രായം തൊട്ട് തന്നെ ദേ കാൻ സ്റ്റാർട്ട് ലിഫ്റ്റിംഗ്. ബിക്കോസ് ഇപ്പൊ പിള്ളേരിലും ഒബിസിറ്റി കാണുന്നുണ്ട്. ഇപ്പം പിള്ളേരിലും ഇപ്പൊ നമ്മൾ കഴിക്കുന്ന ജങ്ക് തന്നെയാണ്. നമുക്കൊക്കെ ജങ്ക് എന്താ കിട്ടിയിട്ടുള്ളത് നമ്മൾ അപ്പോഴത്തെ കാലത്ത്? ഒന്നും തന്നെ നമ്മൾ കഴിച്ചിട്ടില്ല. നമുക്കൊക്കെ ചിലപ്പോൾ അഥവാ വടയൊക്കെ ഉണ്ടാക്കണമെങ്കിൽ വീട്ടിലുണ്ടാക്കുന്നതായിരിക്കും. അതും പിഴിഞ്ഞ് എണ്ണയൊക്കെ പിഴിഞ്ഞ് തരും, അത്രയും നോക്കി കണ്ടൊക്കെ ഉണ്ടാക്കുമായിരിക്കും. പക്ഷെ ഇപ്പൊ കിട്ടുന്നത് അമ്മാതിരി ജങ്കാണ്. ഇപ്പൊ പിള്ളേരിൽ തന്നെ അസുഖങ്ങൾ വരുന്നുണ്ട്, ഡിപ്രഷൻ വരുന്നുണ്ട് പിള്ളേർക്ക് തന്നെ. ഇപ്പൊ വയസ്സായവരെ സംബന്ധിച്ചോളം എല്ലാവരും പഠിച്ച് പുറത്തായിരിക്കും, ജോലിക്കാവും, അവര് ബിസി ആവും, ലൈഫിന് വേണ്ടി എല്ലാവരും ഓടിക്കൊണ്ടിരിക്കുക. അങ്ങനെ ആവുമ്പോൾ വയസ്സായവരൊക്കെ വീട്ടിലിരുന്ന് ഭയങ്കര റെസ്ട്രിക്റ്റ്. അപ്പം നമുക്കൊരു ഹാറുണ്ട് കേട്ടോ അവിടെ. ഈ 9 to 10 o'clock അല്ലെങ്കിൽ 8 to 10 o'clock ടൈമിൽ എല്ലാം മിഡിൽ ഏജ് തൊട്ട് മുകളിലുള്ള ആൾക്കാരാണ് വരുന്നത്. അപ്പൊ എനിക്ക് തന്നെ കണ്ടീഷൻ ആയിട്ടുള്ള ഇരുന്നിരുന്ന് TV കണ്ട് മാത്രം ഇരുന്നിരുന്ന് ബാക്ക് പെയിൻ വന്ന് മുട്ടനക്കാൻ വയ്യാണ്ട് ഫ്രോസൺ ആയ ഒരു അപ്പം ഭയങ്കര സ്വീറ്റ് ആണ് കേട്ടോ വരും. ആൻഡ് ദേ ആർ ഫിക്സിങ് അപ്പ്. അതായത് അവർക്ക് ഫ്രീ ആയിട്ട് ഒരു സ്ക്വാട്ട് ചെയ്യാൻ പറ്റുന്നുണ്ട്, കുനിഞ്ഞൊരു സാധനം എടുക്കാൻ പറ്റുന്നുണ്ട്, മാളിൽ നിന്നൊരു സാധനം എടുക്കാം. ദാറ്റ് ഈസ് എ ബിഗ് തിങ്. അപ്പം നമുക്ക് ലിമിറ്റേഷൻസ് ഉണ്ടെങ്കിലും നമ്മൾ പുഷ് ചെയ്യണം. നോട്ട് ജസ്റ്റ് ഫോർ കാണാൻ ഭംഗിക്ക് വേണ്ടി നല്ല ഡ്രസ്സ് ഇട്ടാൽ ഭയങ്കര രസമായിരിക്കണം, ആൾക്കാർ കൊള്ളാന്ന് പറയുന്നതല്ല. ഇതും ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. വീട്ടു ജോലി ചെയ്യുന്ന എത്ര പേർക്ക് ഷോൾഡർ പെയിൻ ഉണ്ട്, കഴുത്ത് വേദനയുണ്ട്. അപ്പം ഇതൊക്കെ ബേസിക് തിങ് ആണ്. ഇവിടെ വരുന്ന എന്തൊക്കെ ടൈപ്പ് ചലഞ്ചിങ് ആയിട്ട് തോന്നിയിട്ടുള്ള എന്തെങ്കിലും ഒരു ഇതുണ്ടോ? അതായത് വർക്ക്ഔട്ട്
ഇല്ല ചാലഞ്ചിങ് ആയിട്ട് തോന്നിയെന്ന് വെച്ചാല് ഈ വെഡിങ് ട്രാൻസ്ഫോർമേഷൻ വരും. അത് എനിക്ക് എന്റെ ചലഞ്ചാണ്. വലിയ ചാലഞ്ചാണ്. കാര്യം എന്ന് വെച്ചാൽ എനിക്ക് ഈ ഷോർട്ട് ടേം ചാലഞ്ച് എനിക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യമാണ്. അതായത് ഇത്ര വർഷമായിട്ട് തിന്നുണ്ടാക്കിയ ബോഡി ഒരു 3 മാസം കൊണ്ട് കുറയ്ക്കുക എന്ന് പറയുന്നത് ദാറ്റ് ഈസ് ഇമ്പോസിബിൾ. ഇമ്പോസിബിൾ വെച്ചാൽ പോസിബിൾ ആണ്, പക്ഷെ അമ്മാതിരി ഡയറ്റ്, ഭയങ്കര ഡേർട്ടി ഡയറ്റ് എന്നൊക്കെ പറയത്തില്ല, അങ്ങനെയൊക്കെ ചെയ്യണം. അത് ദാറ്റ് ഈസ് നോട്ട് ഗുഡ് അല്ലേ. അവര് കല്യാണം കഴിഞ്ഞ് കുറച്ച് ആരോഗ്യത്തോടൊക്കെ ഇരിക്കണ്ടേ. അപ്പം എന്നാലും ചില സമയങ്ങളിൽ ഇതെന്ന് പറയുമ്പോൾ അവർക്ക് അമ്മാതിരി ഡയറ്റ് കൊടുക്കേണ്ടി വരും, അത്ര വർക്കൗട്ട് ചെയ്യേണ്ടി വരും. അവർ റിക്കവറി ആ സമയത്തായിരിക്കും കല്യാണ വിളി എന്നൊക്കെ പറഞ്ഞ് പോവും. എന്നാൽ പോലും ഐ കാൺ ഏബിൾ ടു ആ ഷോർട്ട് ടേം വെയിറ്റ് ലോസ് എന്നുള്ളത് ഒരിക്കലും പാടില്ല. അത് ഞാൻ ആ കോൺസെപ്റ്റിന് എതിരാണ്. അപ്പൊ ഈ കുറച്ച് ഇത്തിരി ചബ്ബിയായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് ചിലപ്പോ ഈ പലരും ഫുഡ് കഴിച്ചിട്ടായിരിക്കില്ല അവർ ആ ഒരു ഇതിൽ വരിക. ഹോർമോണൽ ചേഞ്ചസ് ഉണ്ടാവും, പല കാര്യങ്ങളുണ്ട്. പക്ഷെ ആ ഒരു അതിലും ഒരു ഭംഗി നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. ഒബ്വിയസ്ലി യെസ്. ഇപ്പൊ നമ്മള് വണ്ണം വെച്ചു, അപ്പൊ ഞാൻ മരുന്ന് കഴിക്കുന്നുണ്ട്, എന്തായാലും എനിക്ക് വണ്ണം ഉണ്ടാവും പറഞ്ഞ് വീട്ടിലിരിക്കാൻ പാടില്ല. അത് നമുക്ക് ഫസ്റ്റ് തിങ് വരുന്ന മൊബിലിറ്റി റെസ്ട്രിക്ഷൻസ് വരും. പക്ഷെ ആസ് ലോങ് വീട്ടിൽ ഇരിക്കുകയാണെങ്കിൽ നമ്മൾ കഴിക്കുന്നുണ്ടല്ലോ, പിന്നെ അത് കഴിക്കുന്നതായിട്ടുള്ള ചേഞ്ചസ് വരും. അപ്പം യു ഡു സംതിങ് ദാറ്റ് വിൽ ബ്രിങ്. ബോഡി ഈസ് വെരി ബ്രില്യൻറ്റ്. അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നോ അത് നമുക്ക് ബോഡി കാണിക്കും. അല്ലാണ്ട് ഈ ഹോർമോൺ മെഡിസിൻസ് ഒക്കെ കഴിക്കുമ്പോൾ ഉള്ള ചേഞ്ചസ്, അല്ലെങ്കിൽ നമ്മൾ എഫേർട്ട് എടുത്തിട്ടുണ്ടെങ്കിൽ അതിന്റെ ചേഞ്ചസ് കാണിക്കും. ട്രസ്റ്റ് യുവർ ബോഡി. ബോഡി ഈസ് എ ടെമ്പിൾ. ഭയങ്കര മാജിക് കാണിക്കുന്ന ടെമ്പിൾ ആണ്. അതെ, നമ്മൾ എപ്പോഴും നല്ല എന്താ പറയാ, നല്ല ഫിഗർ ആയിട്ട് ഇരിക്കുക എന്നുള്ളതാണല്ലോ എല്ലാ സ്ത്രീകളും ആഗ്രഹിക്കുന്നത്. അപ്പം എന്തായാലും അതിന് നമ്മൾ ഈ പറയുന്ന പോലെ ഒരു വെയിറ്റ് ലോസ് പ്ലസ് നമുക്ക് ജിമ്മും അല്ലെങ്കിൽ വർക്കൗട്ടുകളും ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്യുന്ന. അതെ, ഇപ്പൊ നമുക്ക് ഈ നമുക്കിപ്പോ കല്യാണത്തിന് വേണ്ടി പ്രിപ്പയർ ചെയ്യുന്നവരുണ്ടാവും. പിന്നെ കൊച്ചുങ്ങളായതിനു ശേഷം ഒന്ന് ഷേപ്പിലോട്ട് ബാക്ക് ടു ഷേപ്പ് ആവാനുള്ളത് വേണ്ടിട്ട് അത് ഒരു വലിയ പ്രശ്നമാണ്. ഒരുപാട് സ്ത്രീകൾ സഫർ ചെയ്യുന്ന ഒരു കാര്യമാണ്. നമ്മൾ ഈ ആഫ്റ്റർ ഡെലിവറി അവർക്ക് വയറ് കുറച്ച് കൂടുതലായിട്ട് വരുന്നു. അത് പോസ്റ്റ് പ്രഗ്നൻസി വർക്ക്ഔട്ട്സും ഭയങ്കര ഷാർപ്പായിരിക്കണം. ബിക്കോസ് ആ സമയത്താണ് പ്രൊലാപ്സ് വരാനുള്ള ചാൻസസ് ഉണ്ടാവും. വന്നുടൻ തന്നെ വെയിറ്റ് ലോസിന്റെ ആക്രാന്തത്തിൽ വലിയ വലിയ വെയിറ്റുകൾ എടുക്കും. നമ്മൾ ആദ്യം കോർ സ്ട്രെങ്ത്തിനാണ് ഇമ്പോർട്ടന്റ് കൊടുക്കുന്നത്. വെയിറ്റ് ലിഫ്റ്റിംഗ് ഇമ്പോർട്ടന്റ് ആണ്, ബട്ട് ഇന്നെ മോഡറേറ്റ് ലെവൽ നോക്കുക, അവർക്ക് അസുഖങ്ങളുണ്ടോ നോക്കുക, കണ്ടീഷൻസ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യണം. കൊച്ചുങ്ങൾ ഉണ്ടായി കഴിഞ്ഞെന്ന് പറഞ്ഞിട്ട് നമ്മുടെ ഇന്റർണൽ ഹെൽത്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയിട്ട് വേണം നമ്മൾ ജിമ്മിലോട്ട്. അതായത് പ്രോപ്പറായിട്ട് ട്രെയിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ദാറ്റ് വിൽ ബ്രിങ് ഗ്രേറ്റ് ചേഞ്ചസ്. അതിനെ പോലെ തന്നെ ഫുഡും അറിയാലോ, പ്രഗ്നൻസി ടൈമിൽ മനസ്സറിഞ്ഞ് നമ്മൾ ഭക്ഷണം കഴിക്കാം. ആ ഒരു ശീലം തീറ്റിക്കും. അപ്പൊ ആ ശീലങ്ങൾ തിരിച്ചു പിടിക്കാൻ നമ്മൾ മനസ്സ് വെക്കണം. അതാ ഭയങ്കര ചേഞ്ചസ് വരും. പിന്നെ പ്രഗ്നൻസി ടൈമിൽ നമ്മൾക്ക് ഈ ഒത്തിരി വലിച്ചു വാരി തിന്നേണ്ട ആവശ്യമില്ല. അതും കഴിക്കുക എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ആ ടൈമിൽ നമുക്കൊരു ഡയറ്റ് ഉണ്ട്, ഇവൻ വർക്ക്ഔട്ട്സ് നമ്മൾ ഹെൽത്തി എന്നുണ്ടെങ്കിൽ വർക്ക്ഔട്ട് ചെയ്യാം, അതിൽ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാം. നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിനേക്കാൾ ഇച്ചിരി പോലെ നല്ല പോലെ ഭക്ഷണം കൊച്ചിന് മതിയാവും. പക്ഷെ അങ്ങനെ അല്ലല്ലോ, നമ്മൾ കഴിച്ച് ചിലവര് ഈ ഹെൽത്തി ആയിട്ട് ഇരിക്കാൻ വേണ്ടി കുറച്ച് സൈസ് വെക്കും. പക്ഷെ എന്താ വെച്ചാൽ കൊച്ചിന്റെയും കൂടെ വെയിറ്റ് കൂടുമ്പോഴാണ് ഈ മിക്കവരും പറയുന്നില്ലേ പ്രഗ്നൻസി ടൈമിൽ ബാക്ക് പെയിൻ എടുക്കുന്നുണ്ടെന്ന്. ഒബ്വിയസ്ലി ഫ്രണ്ടിൽ ഒരു വെയിറ്റ് വരുന്ന സമയത്ത് നമ്മുടെ സ്പൈൻ വളഞ്ഞു തുടങ്ങും, അപ്പോഴത്തേക്ക് ബാക്ക് പെയിൻ വരും. അപ്പം ഇതിന്റെ പ്രഗ്നൻസിയുടെ മുമ്പ് തന്നെ ഒരു പ്രിപ്പറേഷൻ ഉണ്ട്. അതൊന്നും ആരും ചെയ്യാറില്ല. കല്യാണത്തിന് മാത്രമേ ട്രാൻസ്ഫോർമേഷൻ ചെയ്യാറുള്ളൂ. അത് ഇവിടെയും കുറച്ച് പേര് ഈ അറിയുന്നവര് ഫോളോ ചെയ്യുന്നുണ്ട്. അതായത് പ്രഗ്നൻസി പ്രിപ്പറേഷൻ എന്നുള്ള സാധനമുണ്ട്, അത് ആൾക്കാർ ചെയ്യണം. ഈ കല്യാണത്തിന് മാത്രം ഭംഗിയായ പോരാ, കൊച്ചു വരുന്നതിന് മുമ്പ് കൊച്ചിന് വേണ്ടി നമ്മൾ എപ്പോഴും ഇപ്പോഴും എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ തലമുറ അല്ലെങ്കിൽ കുറച്ച് മുന്നേ ഉള്ളവരൊക്കെ ആണെങ്കിൽ പോലും അവരും ഈ കുഞ്ഞിരിക്കെ തന്നെ അവരും അമ്മമാരും കുറച്ച് നല്ല ബ്യൂട്ടി ആയിട്ട് നല്ല ഫിഗർ ആയിട്ടൊക്കെ ഇരിക്കാൻ ട്രൈ ചെയ്യുന്നുണ്ട്. പണ്ടത്തെ കാലത്തൊക്കെ ആൾക്കാർ വീട്ടിൽ പണിയെടുക്കുന്നവരാണ്. അപ്പൊ അങ്ങനെ ആകുമ്പോൾ ലൈക് വീട്ടിൽ തന്നെ പ്രസവിച്ചവരൊക്കെ ഉണ്ട്. 2 ദിവസത്തിൽ തന്നെ അവര് ബാക്ക് ടു വർക്ക് തിരിച്ചു കയറാറുണ്ട്. പക്ഷെ ഇപ്പോഴത്തെ ആൾക്കാർക്ക് മിനിമം ഒരു 3 മാസം പറ്റും. ബിക്കോസ് അവര് ഫിസിക്കലി വീക്കാണ്. പറഞ്ഞിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫ് സ്റ്റൈൽ എങ്ങനെയാണ്, ജോലിയൊക്കെ ആയിരിക്കും, ലാസ്റ്റ് മിനിറ്റ് ഒക്കെ ആയിരിക്കും, ലാസ്റ്റ് മന്ത് 2 months മുമ്പായിരിക്കും നമുക്ക് ഓഫ് കിട്ടുന്നത്, ലൈക്ക് ലീവ് കിട്ടുന്നത്, പ്രഗ്നൻസി ലീവ് കിട്ടുന്നത്. അപ്പോഴേ ഡെലിവറി ചെയ്യണം, പിന്നെ കുറച്ച് മാസം റെസ്റ്റ്, പിന്നെ ജോലിക്ക് പോകണം. അപ്പൊ അവർക്ക് വേണ്ടി കെയർ ചെയ്യുന്നില്ല. അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. നമ്മൾ നമുക്ക് വേണ്ടി സമയം കണ്ടെത്തണം. ഇപ്പൊ വീട്ടില് വരുമാനം ചിലവരൊക്കെ ഉണ്ട്, ഈ ലേഡീസ് ഒക്കെ ഹസ്ബൻഡ് ഇതിന് പോകുന്നുണ്ട്, ചിലപ്പോൾ ഹസ്ബൻഡ് ജിമ്മിൽ പോകുന്നുണ്ട്, ഓ ഞാൻ കാരണം എക്സ്ട്രാ ചെലവ്, അങ്ങനെ വിചാരിക്കരുത്. യു നീഡ് ഇറ്റ്. നമ്മൾ ജോലിക്ക് പോകുന്നത് അത് നമുക്ക് ഈ എനിക്ക് ഈ കമ്മല് വേണം, ഈ മാല വേണം, ഡ്രസ്സ് വേണം എന്ന് പറയുന്നതല്ല. ഇത് ഹെൽത്തിന് വേണ്ടി നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്യുന്നതാണ്. സോ അപ്പം അത് ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യുന്നതിൽ ഒരു മടിയും കാണിക്കരുത്. ഇപ്പൊ ജിമ്മിൽ തന്നെ പോകാൻ പറ്റാത്തവരുണ്ടെങ്കിൽ അറ്റ്ലീസ്റ്റ് ഡൂ സം ആക്ടിവിറ്റീസ്. അത് ടൈം ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയും. അത് മോർ ദാൻ മണി ഇൻവെസ്റ്റ്മെന്റ് ആണ്. പൈസ ഇൻവെസ്റ്റ് ചെയ്യുന്നതിനേക്കാളും കൂടുതൽ ഇൻവെസ്റ്റ്മെന്റ് ആണ് ടൈം ഇൻവെസ്റ്റ്മെന്റ്. നമ്മളിപ്പോ അത് ശ്രദ്ധിക്കാതിരിക്കുമ്പോൾ നാളെ നമ്മൾ ഹോസ്പിറ്റൽസിലായിരിക്കും വലിയ വലിയ ബിൽസ് കൊടുക്കേണ്ടി വരും. പഴയ ശ്രേയതോ നിൽക്കുന്നു. ഓ ഗോഡ്. ആ ശ്രേയക്കേ
ആ ശ്രേയ അല്ല ഈ ശ്രേയ എന്ന് എനിക്കറിയാം. ഒരിക്കലും അല്ല. ആ ശ്രേയ വേറൊരു ശ്രേയ, അത് പാവം, പച്ചപ്പാവം. പച്ചപ്പാവം. അല്ല അത് ഒരുപാട് സ്ട്രഗിൾ ചെയ്ത്, ഒരുപാട് സഫർ ചെയ്ത്, ഒത്തിരി ഒത്തിരി എന്താ പറയാ, ഒരുപാട് ഫൈറ്റ്സ് കഴിഞ്ഞ് വന്ന ഒരാളാണ്. ആ ആളിനോട് എന്താ പറയാനുള്ള? കുറച്ചും കൂടെ എടുത്ത ഡിസിഷൻസ് കുറച്ചും കൂടെ ഫാസ്റ്റ് ആയിട്ട് എടുക്കായിരുന്നു. തെറ്റുകൾ ചെയ്യാത്തവരായിട്ട് ആരുമില്ല. ലൈക്ക് അറിഞ്ഞുകൊണ്ട് തെറ്റ് ചെയ്യുന്നവരുണ്ട്, അറിയാതെ തെറ്റ് ചെയ്യുന്നവരുണ്ട്. പ്രായത്തിന്റെ ഓബ്വിയസ്ലി എന്റെ ഫെയിലിയർ എന്ന് പറയുന്നത് ഓബ്വിയസ്ലി എന്റെ ഒരു 19, 20, 21 ആ വയസ്സിൽ ആ പ്രായ സമയത്ത് ഉണ്ടാകുന്ന എല്ലാവർക്കും പറ്റാറുണ്ട്. തീർച്ചയായിട്ടും റോങ് റിലേഷൻഷിപ്സ് നടക്കാറുണ്ട്. അപ്പൊ അങ്ങനെ തന്നെയാണ് എന്റെ ഫെയിലിയർ എന്ന് പറഞ്ഞത്. എനിക്ക് അതായിരുന്നു, റിലേഷൻഷിപ്പ് ഫെയിലിയർ ആയിരുന്നു എന്റെ മെയിൻ തിങ്. പക്ഷെ ആ ഒരു ശ്രേയ കുറച്ചും കൂടെ തെറ്റ് പറ്റി തിരിച്ചു വരാനുള്ള ആ ഒരു തന്റേടിയായി, അല്ലെങ്കിൽ കുറച്ചും കൂടെ മനസ്സ് സ്ട്രോങ് ആക്കേണ്ട, കുറച്ചും കൂടെ സ്പീഡ് ചെയ്യാൻ എനിക്ക് തോന്നുന്നു ഒരുപാട് വർഷങ്ങൾ എടുത്താൽ. എനിക്ക് ആക്ച്വലി ഈ സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത് എന്നെ ഇപ്പം വളർത്തുന്നുണ്ട്. പക്ഷെ ആ സമയത്ത് ഇറ്റ് വാസ് ലൈക്ക് ഫയർ. എന്നെ ഒത്തിരി അധികം ഡിപ്രഷനിലോട്ട് വെയിറ്റ് ചെയ്ത് സോഷ്യൽ മീഡിയയിലെ കുറെ സാധനങ്ങളാണ്. ബിക്കോസ് ഞാനൊരു ടെലിവിഷൻ ആങ്കർ ആയിരുന്നല്ലോ ആ സമയത്ത്. ഒരുവിധം കത്തി നിൽക്കുന്ന സമയത്തായിരുന്നു. ഐ വാസ് ഡൂയിങ് ലോട്ട് ഓഫ് ഷോസ് ആ സമയത്ത്. കണ്ടിട്ടുണ്ട്. അതാണ്. അപ്പൊ അങ്ങനെ വന്നപ്പം എന്നെ ഒത്തിരി അധികം താത്തിയിട്ടുണ്ട്. പിന്നെയും വന്നു. അത് നമ്മള് കോമൺ ആയിട്ട് പലരും പറയാറില്ലേ, സോഷ്യൽ മീഡിയ വളർത്തുകയും ചെയ്യും തളർത്തുകയും ചെയ്യും. എന്നെ സത്യം പറഞ്ഞ തളർത്തി. അതിന്റെ വാശിക്ക് ഞാൻ വളർന്നതെന്ന് പറയാൻ പറ്റും. പക്ഷെ ആരെയും അവരോടൊക്കെ ഇല്ല, അവരൊന്നും ഇപ്പഴില്ല. ഇട്ടവരോട് അത് ഇപ്പോഴും ഒത്തിരി നന്ദിയുണ്ട്. ഇപ്പൊ ആക്ച്വലി ഇപ്പൊ വാട്സേ ഇപ്പൊ ഞാനൊരു കല്യാണം കഴിച്ചപ്പോ അപ്പോഴും ആൾക്കാർ അറിയാലോ എന്റെ ആ സമയത്തും ആൾക്കാർ പറഞ്ഞ എത്ര നാളത്തേക്ക് ഇതൊക്കെ ഇതുവരെ പോകും. പിന്നെയും എന്റെ പാസ്റ്റ് പറഞ്ഞ് എന്റെ വെഡിങ്ങിന്റെ വീഡിയോ ഇടുകയാണ്. ആ സമയത്തും ആൾക്കാർക്ക് എന്റെ പാസ്റ്റിൽ ആ ഒരു ഫോട്ടോ കണക്ട് ചെയ്ത് വീഡിയോ ഇടുന്നത്. പിന്നെയും ഇങ്ങനെ ഉണ്ടായിരുന്ന ആള് പിന്നെയും കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞാൽ പോലെ എന്തിനാണ് പാസ്റ്റ്, ഇവർക്ക് എന്തിനാണ് ഈ കാര്യങ്ങൾ? എനിക്കത് നമുക്കിപ്പോ എല്ലാ മനുഷ്യരുടെ ഇടയിലും അങ്ങനെ ഒരു എന്തെങ്കിലുമൊക്കെ ഒരു നെഗറ്റീവ്സ് ഇല്ലാത്ത ആൾക്കാരില്ലല്ലോ. അതൊരു ഫെയിലിയർ ആയിട്ടൊന്നും ഞാൻ ഒരിക്കലും ഇപ്പൊ എന്റെ പാസ്റ്റ് ഉണ്ടായിരുന്നത് എനിക്ക് തോന്നുന്നു അത് അങ്ങനെ സംഭവിച്ചത് കൊണ്ടാണ് എനിക്ക് തോന്നുന്നു ഇന്നിപ്പം ഇങ്ങനെ. മേ ബി യെസ്, അങ്ങനെ പറയാം. എനിക്ക് ജീവിക്കണം എന്നുള്ളത്, നന്നായി ജീവിക്കണം എന്നുള്ളത് ഞാൻ ഡിഫോൾട്ട് ആയിട്ട് വെച്ചു. അത് കോംപ്രമൈസ് ചെയ്ത് ജീവിക്കാൻ എനിക്ക് നന്നായിട്ട് ജീവിക്കാൻ പറ്റുമായിരുന്നു, ലൈക്ക് വേറെ വർക്ക് ചെയ്ത് ജീവിക്കാൻ. പക്ഷെ ഇത് എന്റെ പാഷനാണ് ആൻഡ് ഐ വോണ്ട് ടു ബി സക്സസ്ഫുൾ എന്നുള്ളത് എനിക്ക് ഞാൻ ഡിഫോൾട്ട് ആയിട്ട് ഫിക്സ് ചെയ്ത്. എനിക്ക് വേറെ ഓപ്ഷൻ ഇല്ല. എനിക്ക് ജിം ഇടണം എന്ന് മാത്രമായിരുന്നു എന്റെ ലക്ഷ്യം. ആ ഒരു ഇതിന് ശേഷം, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് ബ്രേക്ക് ആയല്ലോ, അതിനുശേഷം ശ്രേയയിലേക്ക് വന്ന തോട്ട് എന്ന് പറയുന്ന ഈ ഒരു ഫീൽഡ് തന്നെയാണോ? ലൈക് ഫിറ്റ്നസിലോട്ട് മാറി. ഫിറ്റ്നസിലോട്ട് പിന്നെ എനിക്ക് അതെ, പിന്നെ ഫിലിം മോഹങ്ങളും കുറച്ചുണ്ടായിരുന്നു. അപ്പം ആക്ടിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുണ്ടായിരുന്നു. പക്ഷെ ഞാൻ അതിനൊന്ന് പോസ് ചെയ്തു. ബിക്കോസ് എനിക്ക് അതിലോട്ട് പോകുമ്പോൾ എനിക്ക് ഇതിലോട്ടുള്ള ഫോക്കസ് കിട്ടുന്നില്ല. എപ്പോഴും ഇഷ്ടം തന്നെയാണ്. ഞാൻ ഇടയ്ക്ക് ഒരു മൂവിയും ചെയ്തിട്ടുണ്ടായിരുന്നു, ഫൈറ്റ് സീക്വൻസ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ ഹാപ്പി. പക്ഷെ എനിക്ക് എന്റെ ഇഷ്ടം, ഇഷ്ടം എന്ന് പറയുന്നത് അതായിരുന്നു. അതിനെ ഞാൻ വിട്ടിട്ടാണ് ഞാൻ ഇത് ചൂസ് ചെയ്തത്. പക്ഷെ ഇത് എനിക്ക് ഞാൻ ഫിനാൻഷ്യലി സ്റ്റേബിൾ ആവാൻ വേണ്ടി എനിക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തു. ആൻഡ് മെന്റലിയും ഇപ്പം കഴിഞ്ഞാൽ പോലും ആൾക്കാർ ക്രൂഷ്യലുണ്ട്. എവിടെയെങ്കിലും പബ്ലിക് പ്ലേസിൽ ഇപ്പൊ എന്റെ ഫ്രണ്ട്സ് വരും, ചിലപ്പോൾ എന്റെ പേരൻസ് ആയിട്ട് പോകുമ്പോൾ തന്നെ എന്റെ പാസ്റ്റിന്റെ കാര്യം ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അപ്പം ആ ട്രോമ എന്നെ പുള്ളി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് എനിക്ക് പുറത്ത് വരാൻ ഫിറ്റ്നസ് എനിക്ക് ഒത്തിരി അധികം ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അതൊന്നും നമ്മള് ചിന്തിക്കുന്നതേ ഇല്ല, ഇപ്പോഴും പറയുന്നുണ്ട്. ഇപ്പോഴും വരുന്ന സമയത്ത് ആൾക്കാർ, ബാക്കിയുള്ള ക്ലയൻസ് ഒക്കെ എടുത്ത് ശ്രീയ ഇസ് വെരി കൂൾ, ബട്ട് ആൾക്കാർ പറയുന്ന മറ്റേ കുട്ടിയല്ല, ഈ പ്രശ്നങ്ങളൊക്കെ ഉള്ള കുട്ടി. അപ്പൊ ഞങ്ങൾ അതൊന്നും വകവെക്കാറില്ല എന്നാ വെച്ചാൽ അങ്ങനെ. അപ്പം എല്ലാരും വളരെ കരുത്തുള്ള സ്ത്രീകളാവണം, മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും. അത്രേ ഉള്ളൂ. ലൈക്ക് ബേസിക് ആയിട്ട് നമ്മുടെ പ്ലസ് പോയിന്റ് കണ്ടെത്തുക എന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ഇനി അത് പിന്നെ അതിലേക്ക് വലിയ എഫേർട്ട് എടുക്കണം. നമ്മൾ എടുക്കാണ്ട് ആരെങ്കിലും നമുക്ക് കൊണ്ടുതരും, ആരെങ്കിലും നമ്മളെ പുഷ് ചെയ്യും, ആ പരിപാടി ഒന്നും നടക്കൂല. നമ്മൾക്ക് തന്നെ നമ്മൾ പുഷ് ചെയ്തേ പറ്റത്തുള്ളൂ. ഇപ്പോഴും ഫാമിലി എങ്ങനെയാണ് സപ്പോർട്ട്? ഇപ്പം കൂടെ ഉള്ള ഹസ്ബൻഡും ഫാമിലിയും എല്ലാരും നല്ല സപ്പോർട്ടീവ് ആണ്. ഇപ്പൊ തുടങ്ങുന്ന എനിക്ക് തോന്നുന്നു എനിക്ക് വേണ്ടിയിട്ട് സർട്ടിഫിക്കേഷൻ എടുത്തു. പുള്ളിക്കാരൻ ഇന്റീരിയേഴ്സ് ആണ് മെയിൻ തിങ്. ആൻഡ് ഓൺ സ്ക്രീനിൽ വരുന്നത് ഞാൻ നിങ്ങൾ ഒരുമിച്ചുള്ള റീൽസ് ഒക്കെ കണ്ടിട്ടുണ്ട്. അതാണ് ഞാൻ ചോദിച്ചത്, പുള്ളി ട്രെയിനർ ആണോ എന്ന്. എനിക്ക് ഞാൻ ആക്ച്വലി സർട്ടിഫിക്കേഷൻ, വേറൊരു സർട്ടിഫിക്കേഷൻ എപ്പോഴും പഠിക്കുമല്ലോ. അപ്പൊ അങ്ങനെ ഞാൻ വിചാരിച്ചു ഇപ്പൊ എന്റെ അടുത്ത് ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ തന്നെ അവന്റെ അടുത്തും ക്വസ്റ്റ്യൻസ് ചോദിക്കാം. അവൻ നല്ല ബോഡിയൊക്കെയാണ് കേട്ടോ. ഞാൻ ഉരുട്ടി എടുത്ത 6 pack ഒക്കെ തെളിയിപ്പിച്ചായിരുന്നു. അപ്പൊ അങ്ങനെ ആൾക്കാർ ചോദിക്കുന്ന സമയത്ത് അറിവുകൾ ഭയങ്കര ഇമ്പോർട്ടന്റ് ആണ്. ലിറ്റിൽ നോളജ് ഇസ് ഡേഞ്ചറസ് എന്നാണ്. അപ്പൊ സർട്ടിഫിക്കേഷൻ എടുക്കണമെന്ന് പറഞ്ഞിട്ട് പുള്ളിക്കാരനെ ഞാൻ സർട്ടിഫിക്കേഷൻ എടുപ്പിച്ചു. ആൻഡ് ഹി ഹെൽപ്പ് പീപ്പിൾ, നോട്ട് ആക്റ്റീവ്. എന്നെ പോലെ പ്രാന്തില്ല എനിക്ക്. ഞാൻ അപ്പം എന്തായാലും
എല്ലാവരുടെയും സപ്പോർട്ടും കാര്യങ്ങളും ഒക്കെ ഇവിടം വരെയൊക്കെ എത്തി. ഇപ്പൊ ഇതൊരു പ്രൗഡ് മൊമെന്റ് ആണ്. വെരി മച്ച്, ബിക്കോസ് ഇത് റിസ്ക് എടുത്ത് സ്റ്റാർട്ട് ചെയ്ത കാര്യമാണ്. ഐ എം സോ ഹാപ്പി. ഞാൻ കുറച്ചും കൂടെ മെഷീൻസ് പിന്നെയും ഞാനിപ്പോൾ അപ്ഗ്രേഡ് ചെയ്തു. അത് ലോണൊന്നും ഇല്ലാണ്ട് നമ്മുടെ സേവിങ്ങിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ അതൊക്കെ എനിക്ക് ഇത് ബെസ്റ്റ് മൊമെന്റ് ആയിരുന്നു. എനിക്ക് ഭയങ്കര കൊച്ചു കൊച്ചു സന്തോഷങ്ങൾ നമ്മളെ ബഗ്ഗായിരിക്കും. എന്റെ ബിഗ് ഹാപ്പിനെസ് ആണ് ഇതൊക്കെ. സോ ഐ എം കീപ്പ് ഓൺ അപ്ഗ്രേഡിങ് മൈസെൽഫ്. ജിമ്മിലാണെങ്കിലും ഈവൻ നമ്മുടെ തോട്ട്സ് ഓഫ് ട്രെയിനിങ് ആണെങ്കിലും നമ്മൾ കുറച്ചും കൂടെ അപ്ഗ്രേഡിങ് ചെയ്യണം എന്നാണ്. നമുക്ക് കമ്പറ്റീഷൻ, ഞാൻ ഇപ്പം ഇട്ട ജിം എന്ന് പറയുമ്പം ഒരു 6 ജിമ്മുകളുടെ നടുക്കാണ് എൻ്റെ ജിമ്മ്. അതും മറ്റേ കോടികൾ ഇൻവെസ്റ്റ്മെന്റ് ഉള്ള ജിമ്മുകളുടെ ഇടയിൽ ഐ എം ഡൂയിങ് മൈ തിങ്. ആൻഡ് എനിക്കും ഒരു സെറ്റ് ഓഫ് ആൾക്കാർ, എന്നെ വിശ്വസിച്ച് വരുന്ന ആൾക്കാർ ഹാപ്പി ആയിട്ട് പോകുന്നത് കാണുമ്പോൾ എനിക്ക് ഒത്തിരി അധികം സന്തോഷമുണ്ട്. ഹെൽത്ത് വൈസും നമ്മൾ എത്രത്തോളം കോൺഷ്യസ് ആയിരിക്കണം എന്നുള്ളതും കൂടെ അവർക്കൊന്ന് മൊത്തത്തിൽ, അതായത് നമ്മൾ ഒരു ഡേ സ്റ്റാർട്ട് ചെയ്ത് ഡേ തീരുന്നത് വരെ നമ്മൾ എങ്ങനെയാണ് നമ്മുടെ ഒരു ഹെൽത്തിനെ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നത്. നത്തിങ് ഈസ് ഈസി. ഇപ്പൊ നമ്മളിപ്പം ഭക്ഷണം കഴിക്കുന്നതിലാണെങ്കിലും ഈസി അല്ല. നമ്മൾ കറക്റ്റ് സമയത്തിന് എത്ര ഹെൽത്തി ആയിട്ടുള്ള കാര്യങ്ങൾ കഴിക്കണം. പക്ഷെ ഗിവ് എ ട്രൈ. അതായത് നമുക്ക് കൊച്ചു കൊച്ചു കാര്യങ്ങൾ മാറ്റുക എന്നുള്ള കാര്യം. അതായത് ലെഫ്റ്റ് ഓവർ ഫുഡ്, ഈ പാവം വീട്ടിലുള്ള സ്ത്രീകൾക്ക് പറ്റുന്ന വെച്ചാൽ, ഈ പിള്ളേരുള്ള അമ്മമാർക്ക് പറ്റുന്നതെന്ന് വെച്ചാൽ ബാക്കി വരുന്ന ഭക്ഷണം കഴിക്കും. ആ സാധനം ഫസ്റ്റ് ഒഴിവാക്കണം. അതായത് എന്ത് കഴിച്ചാലും ദാറ്റ് ഈസ് ഓൾവേസ് എ വേസ്റ്റ്. അപ്പൊ നമ്മൾ ഇത് കഴിച്ച് ബോഡീനെ മെസ് ചെയ്ത് ഓവറായിട്ട് കഴിച്ച് മെസ് ചെയ്ത് കളയുന്നതിനേക്കാളും ജസ്റ്റ് നോ ടു ദാറ്റ് ഫുഡ്. ലെഫ്റ്റ് ഓവർ ഫുഡ് കഴിക്കുന്നത് ലേഡീസിന് ഭയങ്കരമുള്ള പ്രശ്നങ്ങളാണ്. അയ്യോ ഇത് കളയാൻ വയ്യ, ബാക്കി കഴിക്കുന്നത്, അത് മാറ്റുക. പിന്നെ നമുക്ക് വേണ്ടിയിട്ട്, അതായത് എല്ലാ ഭക്ഷണങ്ങളും നോക്കിക്കഴിഞ്ഞാൽ മക്കൾക്ക് ഇട്ട് കൊടുക്കും, ഹസ്ബൻഡിന് വേണ്ടി മാറ്റി വെക്കും. നമുക്ക് മാത്രം മറ്റേ ചാറും അവർക്ക് പീസും. അതില്ല, നമുക്കും വേണം. ആദ്യം മാറ്റി വെക്കും, നിങ്ങൾക്കുള്ളത് കൂടെ മാറ്റി വെക്കും നിങ്ങൾ. അപ്പം നിങ്ങൾക്കുള്ള ഹെൽത്തിനുള്ള സാധനങ്ങൾ ചെയ്യുക. പിന്നെ ഇപ്പൊ നമുക്ക് വേണ്ടി എക്സ്ട്രാ ഒരു ജ്യൂസ് അടിച്ച് കുടിക്കുന്നതിൽ എന്താണ് പ്രശ്നം? ആരും ഇല്ല വീട്ടിൽ, അയ്യോ ആരും ഇല്ല എന്ന് പറഞ്ഞിട്ടിരിക്കരുത്. ആ സമയത്ത് ഒരു ഫ്രൂട്ട് കഴിക്കുക. ആരും മനസ്സറിഞ്ഞ് നമുക്ക് വേണ്ടി ചെയ്യത്തില്ല. അതൊക്കെ ബേസിക്കലി ചെയ്യുക. പിന്നെ വ്യായാമം, എല്ലാവരും പറഞ്ഞു വിട്ടാൽ നമുക്ക് സമയമുണ്ട്. ഇപ്പം എന്റെ അമ്മയെ സംബന്ധിച്ചോളം ജിമ്മിൽ വരാൻ ഭയങ്കര നാണം. അമ്മയ്ക്ക് വന്ന് വർക്കൗട്ട് ചെയ്യണമെന്ന് പാന്റ് ഇടണം, ടീഷർട്ട് ഇടണം. അമ്മയാണെങ്കിൽ സാരിക്കകത്തുനിന്ന് പുറത്തിറങ്ങത്തില്ല. അല്ലെങ്കിൽ ഒരുപാട് സ്ത്രീകളുണ്ട്. അമ്മ എന്താ വെച്ചാൽ ഓൺലൈൻ യോഗ ചെയ്തിട്ടുണ്ട്. നമ്മൾ നാട് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ വി ക്യാൻ അപ്ഗ്രേഡ്. അപ്പൊ അങ്ങനെ ഓൺലൈൻ യോഗ ചെയ്യുന്നുണ്ട്. സോ ഐ ഫീൽ സോ ഹാപ്പി. എനിക്ക് സ്ട്രെങ്ത് ട്രെയിനിങ് അത്രയും ഗൈഡൻസ് ഉള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഞാൻ മോർണിംഗ് സ്ട്രെങ്ത് അയ്യോ വലിക്കും എന്നൊക്കെ പറയും. അപ്പം ശരി, അവരുടെ ടേസ്റ്റ് എന്താന്നുള്ള കാര്യം ഭയങ്കര ഇമ്പോർട്ടൻറ്റ്. എനിക്ക് വെയിറ്റ് ലിഫ്റ്റിംഗ് എടുക്കുന്നത് എനിക്ക് ഇഷ്ടമാണ്. പക്ഷെ ദാറ്റ് വിൽ ഗിവ് യു മോർ പവർ ആക്ച്വലി. അപ്പം അമ്മ യോഗ ജോയിൻ ചെയ്ത്, അതുപോലെ നിങ്ങളും നിങ്ങളുടെ ഇഷ്ടങ്ങൾ കണ്ടെത്തുക. ചിലപ്പോൾ നടക്കാനായിരിക്കും, ചിലപ്പോൾ സ്വിമ്മിങ് ഇസ് ദി ബെസ്റ്റ് വർക്ക്ഔട്ട്. അപ്പൊ അതുപോലത്തെ കാര്യങ്ങൾ എന്തെങ്കിലും ഒരു ആക്ടിവിറ്റി ഇൻക്ലൂഡ് ചെയ്യാൻ ശ്രമിക്കുക. ഭക്ഷണം കറക്റ്റ് സമയത്തിന്, ഉറക്കം. ഇത് സ്കൂളിൽ വിടാൻ വേണ്ടിയിട്ട് ഇതിനും അതിനും എന്നൊക്കെ പറഞ്ഞ് ഓടിയിട്ട് നമ്മുടെ ഉറക്കം മെസ് ചെയ്യും. ഉറക്കം കറക്റ്റായിട്ട് നോക്കുക. കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കുറച്ച് നേരം നമുക്ക് വേണ്ടി സമയം എടുത്ത് ഉറങ്ങണം. വെൽത്ത്, അത്രേ ഉള്ളൂ. അപ്പം ഈ ബേസിക് സാധനങ്ങൾ വരുമ്പോൾ തന്നെ നല്ലൊരു മാറ്റം ലൈഫിൽ വരും. അത്രേ ഉള്ളൂ. ഇപ്പോഴത്തെ നമ്മുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ, അതിനെ കുറിച്ചൊക്കെ എന്താണ് പറയാനുള്ളത്? ഒരുപാട് കോൺട്രവേഴ്സി കൂടെ പോയ, അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. അതായത് നമ്മൾ നമ്മുടെ എല്ലാം നേരത്തെ, എന്നെ സംബന്ധിച്ചോളം നേരത്തെ, ഇപ്പം ആൾക്കാരൊക്കെ ഇൻസ്റ്റഗ്രാം കുറച്ചിങ്ങനെ ഫ്ലിക്കാകുന്നതിന് മുമ്പ് തന്നെ ഞാൻ നേരത്തെ ഇൻസ്റ്റഗ്രാം തുടങ്ങി. അപ്പൊ നമ്മുടെ കാര്യങ്ങളെല്ലാം നമ്മൾ ഇൻസ്റ്റഗ്രാമിൽ അങ്ങ് പറയും. എല്ലാ കാര്യവും റബലായിട്ട് പറഞ്ഞതിന്റെ കുറെ ഇതൊക്കെ ഞാൻ ഇപ്പം ആഫ്റ്റർ ഇത്രയും ഏജിൽ ഞാൻ ഇപ്പോഴും സ്റ്റിൽ ഫേസിങ് ആണ്. അപ്പം ഇപ്പൊ ബഡിങ് ആയിട്ടുള്ള ഇൻഫ്ലുവൻസേഴ്സിന്റെ അടുത്ത് പറയാനുള്ളതാണ്, ഡോണ്ട് ഷെയർ യുവർ 100% ടു ദെയർ. ലൈക്ക് ഇപ്പൊ നമ്മൾ തന്നെ ഇപ്പൊ എൻഗേജ്ഡ് ആയില്ല, കല്യാണം കഴിയുന്ന മുമ്പ് തന്നെ ദിസ് ഈസ് മൈ പാർട്ട്ണർ, ഐ എം ഗോയിങ് ടു, നമുക്ക് അറിയത്തില്ല നാളെ എന്താന്നുള്ള കാര്യം. നെവർ എവർ ഷെയർ യുവർ ടു പേഴ്സണൽ തിങ്സ് ഇൻസൈഡ് ഓൺലൈൻ. എല്ലാവർക്കും ഫെയിലിയേഴ്സ് ഒക്കെ വരുമല്ലോ. അപ്പൊ അത് കാരണം നിങ്ങളുടെ 100% ആൾക്കാരെ കാണിക്കേണ്ട ഇതില്ല. നിങ്ങൾ ഡെയിലി വ്ളോഗ് ചെയ്യുന്നവരാണെങ്കിൽ പോലും നെവർ ഗിവ് യുവർ ടു പേഴ്സണൽ തിങ്സ് ഇൻസൈഡ്. എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ആയ സാധനം, എന്റെ പേഴ്സണൽ തിങ്ങൊക്കെ ഞാൻ മാറ്റി വെക്കാം. ഇപ്പൊ ഒരു ഇൻഫ്ലുവൻസർ ഉണ്ടായിരുന്നു, ഷീസ് വെരി ഫേമസ് ഒരു ആക്ടറും കൂടെയാണ്. അപ്പൊ പുള്ളിക്കാരത്തി ഒരു റിലേഷൻഷിപ്പ് ഉണ്ടായി, പിന്നെ കല്യാണം കഴിഞ്ഞ് കൊച്ചായി. എന്നിട്ടും കൊച്ചായതിന സമയത്ത് ഭയങ്കരമായിട്ട് ആൾക്കാർ സെലിബ്രേറ്റ് ചെയ്യുന്ന സമയത്ത് പാസ്റ്റിന്റെ ആ ഫോട്ടോയും വെച്ചിട്ട് ഇവർ ഇങ്ങനെ നടന്നതാണ്, അതാ ഇപ്പൊ അവർക്ക് കുട്ടി. എനിക്ക് ഭയങ്കരമായിട്ട് ഹേർട്ടായി. ബിക്കോസ് ഈ പാസ്റ്റ് മറക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലേ അത്. അതാണ് നമ്മൾ പേഴ്സണൽ സാധനങ്ങൾ അത് ഷെയർ ചെയ്യാതിരിക്കുന്നത് നല്ലത്. നമുക്കൊരു ലൈഫ് നമ്മൾ കൺഫേം ആയി, നമ്മൾ കല്യാണം കഴിക്കും, അത് നന്നായി പോകുന്ന സമയത്ത്, അല്ലെങ്കിൽ അവരുടെ ആ ഷെയറിങ് കുഴപ്പമില്ല. നേരത്തെ ഉള്ള പാസ്റ്റ് റിലേഷൻഷിപ്പ് അല്ലെങ്കിൽ റിലേഷൻഷിപ്പ് സ്റ്റാറ്റസ്, ആ കാര്യങ്ങളൊന്നും ഷെയർ ചെയ്യാതിരിക്കാൻ ശ്രമിക്കുക. ഒരു നല്ല തീരുമാനമാണെന്ന് എനിക്ക് തോന്നുന്നു. എല്ലാവരും അത് കേട്ടാ കൊള്ളായിരിക്കും.
അവരുടെ ഒരു നല്ല ഭാവിക്ക് അതൊരു നല്ല തീരുമാനമാണ്. ബിക്കോസ് ഇപ്പോഴത്തെ പിള്ളേർ ഇതൊന്നും അറിയുന്നില്ല. അതെ. പിന്നെ സീതാ കുറെയൊക്കെ അങ്ങ് ഇരിക്കട്ടെ അല്ലേ കുറച്ച് കാര്യങ്ങൾ നമുക്ക് രഹസ്യങ്ങൾ വേണം. വേണം. അത് എപ്പോഴും എല്ലാ കാര്യങ്ങളും പരസ്യമായിട്ട് പറയുന്നത്. ഇതാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം ടു ഓൾ ഇൻഫ്ലുവൻസേഴ്സ് കേട്ടോ, മെയിൽ ഓർ ഫീമെയിൽ കേട്ടോ, ആണും പെണ്ണും ഒന്ന് തന്നെയാണ്. അപ്പൊ താങ്ക് യു സോ മച്ച്. താങ്ക് യു. ഞാൻ ഈ കെട്ടിപ്പിടിച്ച എന്തിനാന്നറിയോ? എന്തിനായിരിക്കും? എന്തിനാണ്? താങ്കൾ ഇപ്പൊ ഈ ഇടയ്ക്ക് ഒരു ഷൂട്ടിങ്ങിന്റെ ഒരു നാഷണൽ ഷൂട്ടിങ്ങിന് പോയിരുന്നു, അത് പറയാൻ മറന്നു. അതെ. എന്റെ ഷോർട്ട് ടേം പ്രാക്ടീസ് ആയിരുന്നു. അപ്പൊ അങ്ങനെ ഞാൻ ഡിസ്ട്രിക്ട് കവർ ചെയ്ത് സ്കോറിംഗിലാണല്ലോ മാറുന്നത്. ഒത്തിരി സ്കോറിന് മുകളിൽ പോയി കഴിഞ്ഞാൽ അടുത്തടുത്ത അച്ചീവ്മെന്റിൽ പോകാൻ പറ്റും. അപ്പം ഡിസ്ട്രിക്ട് ചെയ്തു, സ്റ്റേറ്റ് ചെയ്തു, സൗത്ത് സോൺ ചെയ്തു. അങ്ങനെ നാഷണലിൽ കേരളം റെപ്രസെന്റ് ചെയ്ത് എനിക്ക് ഈ വർഷം ഇറങ്ങാൻ പറ്റി. 10 മീറ്റർ എയർ പിസ്റ്റൽ ഷൂട്ടിംഗ്, ഗൺ ഷൂട്ടിംഗ്. താങ്ക് യു. ഇതാണ് ശ്രേയ. ശ്രേയ വളരെ ഹംബിളാണ്. ഒന്നും തന്നെ എനിക്ക് തോന്നുന്നു ഒരുപാട് നാളായിട്ട് എനിക്ക് അറിയുന്ന ഒരു വ്യക്തിത്വമാണ്. ശരിക്കും ഒരുപാട് കാര്യങ്ങൾ ഞാൻ ശ്രേയയിൽ നിന്ന് പഠിച്ചിട്ടുണ്ട്. ശരിക്കും പറഞ്ഞാൽ നല്ലൊരു മോട്ടിവേഷനാണ് ആള്. നമ്മള് എന്താ പറയാ, നമ്മൾ ഏറ്റവും താഴെ വീണ് പോകുന്ന സമയത്ത് എങ്ങനെ നമ്മള് പറന്നൊരു ഫിനിക്സ് പക്ഷിയെ പോലെ വരാം എന്നുള്ളതിന്റെ ഒരു ഉത്തമ ഉദാഹരണമാണ് ശ്രേയ എന്ന് പറയുന്നത്. അപ്പം എല്ലാം അടിപൊളിയായിട്ട് പോട്ടെ. നിനക്കും താങ്ക് യു സോ മച്ച് റോഷിനി.